നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച തുടരുകയാണ്. സെക്ഷൻ 32 മുതൽ 40 വരെയുള്ളവയിന്മേലുള്ള ഭേദഗതികളിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷം എതിർക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? രാജ്യത്തുടനീളം ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും മുനമ്പം ചെറായി മേഖലകളിലെ ജനങ്ങൾ ഇതിന്റെ തീരാദുരിതം പേറുന്നവരാണ്. എന്നിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും വോട്ട് ബാങ്ക് പ്രീണനം നടത്തിയും മുന്നോട്ടു പോകുന്ന പ്രതിപക്ഷം യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കുകയാണോ? ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. മുനമ്പത്തെ കണ്ണീരിന് വിലയില്ലേ? ഭൂമിക്കൊള്ള UDF LDF ലക്ഷ്യമോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായി യുവരാജ് കൂഗൽ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഒപ്പം കാസ പ്രതിനിധി കെവിൻ പീറ്റർ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ വസന്ത് തെങ്ങുംപള്ളിയിലേക്കാണ് വരുന്നത്. ശ്രീ വസന്ത്, രാജ്യസഭയിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്. നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വിപ്പ് ലംഘിച്ച് പ്രിയങ്ക ഹാജരായില്ല. 3 ലൈൻ വിപ്പായിരുന്നു, അതിൽ പ്രിയങ്ക ഹാജരായില്ല. ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തതുമില്ല. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ആ നിലപാട് എന്തുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പറയുന്നതിൽ നിന്നും മാറി നിന്നു സമുന്നതരായ നേതാക്കളായ പ്രിയങ്കയും രാഹുലും അടക്കം? അല്ല, ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യമാണ്. നോക്കൂ, സാധാരണയായി ഇത്ര പ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനും മിനിമം ഒരു 3 ദിവസത്തെ നോട്ടീസ് കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമുള്ളതാണ്. അതൊരു കീഴ്വഴക്കമാണ്, ചട്ടമല്ല. അത് പാലിക്കണമെന്ന് നിർബന്ധമില്ല എന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതായിരുന്നു കീഴ്വഴക്കം. പക്ഷെ ആ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് ഇന്നലെ രാത്രി, തലേദിവസം രാത്രി മാത്രമാണ് ഈ ബില്ല് പരിഗണിക്കാൻ പോകുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ വിവരം പ്രതിപക്ഷത്തിന് ലഭ്യമാകുന്നത്. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അവരുടെ വളരെ അടുത്ത സുഹൃത്ത്, വളരെ അടുത്ത കുടുംബ സുഹൃത്ത് ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരിക്കുന്നു എന്നറിഞ്ഞ് അവർ ഈ ബില്ലിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കാണാനായി യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അവർ ആ ബില്ലിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നത് സത്യമാണ്. അത് ആ പരിപ്പ് ഈ അടുപ്പിൽ വേവില്ല എന്ന് തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്ക് അറിയാം. അതിനകത്ത് BJP അത്ര കണ്ടങ്ങ് ഉത്കണ്ഠാകുലരാവേണ്ടതില്ല. ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണല്ലോ. നോക്കൂ, ഈ വിഷയത്തിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ കൂടുതൽ സമയം വിഷയത്തിനാണ് ഇന്നലെ സ്പീക്കർ സമയം അനുവദിച്ച് നൽകിയത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ കൂടുതൽ സമയം പ്രതിപക്ഷ നേതാവിന് തന്നെ പോവുകയും കൂടുതൽ അംഗങ്ങൾക്ക് അതിൽ സംസാരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ ഏൽക്കുമ്പോൾ തന്നെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ശബ്ദമുയർത്തുകയും പിന്നീട് അത് ഗോഗ്വ വിളികളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായി ഇതൊരു മെറിറ്റോറിയസ് വിഷയമായതുകൊണ്ടും ഇതൊരു അക്കാഡമിക് വിഷയമായതുകൊണ്ടും കൂടുതൽ ആക്റ്റീവായ ഡിബേറ്റ്സ്, ഡിസ്കഷൻസ് ഇതിൽ ഉണ്ടാവണമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ആഗ്രഹിക്കുകയും പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ അത് ആഗ്രഹിക്കുകയും അതുകൊണ്ട് തന്നെ കൂടുതൽ അംഗങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആരാണ് കൂടുതൽ അംഗങ്ങൾ? അങ്ങ് കണ്ടതാണല്ലോ. ഒന്ന്, ഈ ചർച്ച ആരംഭിച്ചു വെച്ചത് രാജ്യത്തെ തന്നെ കോൺഗ്രസിന്റെ രണ്ടാമൻ, ഈ രാജ്യത്തെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന നേതാക്കളിൽ രണ്ടാമൻ ശ്രീ KC വേണുഗോപാൽ, ആലപ്പുഴയിൽ നിന്നുള്ള MP. നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ മെൻഷൻ ചെയ്തു പോയ പല വിഷയങ്ങളെയും ബാധിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ KC വേണുഗോപാലാണ് ഈ ചർച്ചയ്ക്ക് കോൺഗ്രസിൽ നിന്ന് തുടക്കം ഇട്ടുവെച്ചത്. ശ്രീ ഗോഗോയ് എത്രയോ മനോഹരമായ വിഷയം അവതരിപ്പിച്ചു വെച്ചു. അതിനുശേഷം ഇടഭാഗത്ത്, ഈ ചർച്ചയുടെ ഇടഭാഗത്ത് ഇടപെട്ടുകൊണ്ട് AICCയുടെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജുന ഖാർഗെജി വളരെ കൃത്യമായി ഇടപെടുകയും ചെയ്തു. അപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ AICCയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നേരിട്ടും ആ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നേരിട്ടും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഉപാധ്യക്ഷൻ നേരിട്ടുമൊക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ കൃത്യമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വൈമനസ്യമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ സ്പീക്കറിനോട് അടുത്ത ദിവസം ഈ ചർച്ചയിൽ കൂടുതൽ സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവിന് സമയം അനുവദിക്കാൻ പറയുക. ഭരണപക്ഷ ബെഞ്ചിനോട് അവിടെ നിന്ന് ഈ കുട്ടിക്കുരങ്ങന്മാർ ചോറ് വാരി കളിക്കുമ്പോൾ കാണിക്കുന്ന പരിപാടികൾ കാണിക്കാതിരിക്കാനും പറയും. അപ്പോൾ ശ്രീ രാഹുൽ, ശ്രീ വസന്ത്, ഒരു കാര്യം ഒന്ന് ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണല്ലോ ഈ ബില്ലിനെ എതിർക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ വിമർശനം ഉയർത്തിയത് നിങ്ങളുടെ ഇന്ത്യ മുന്നണിക്ക് അകത്തു നിന്ന് തന്നെയായിരുന്നു. ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് താങ്കളും കേട്ട് കാണും. കാരണം ഇതിനൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത പ്രതികരണമായിപ്പോയി, ഉത്തരവാദിത്വം ഇല്ലായ്മ കാണിച്ചു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്.
അല്ല, ഇന്നലെ ND മുന്നണിയുടെ വോട്ട് എത്രയാണെന്ന് കണ്ടപ്പോൾ അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ, ഇന്ത്യ മുന്നണി ഒരുമിച്ച് തന്നെയാണ് ഇതിനെ എതിർത്തതെന്ന്. ND മുന്നണിയിൽ എത്ര നേതാക്കൾ ഇന്നലെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിട്ടുനിന്നിട്ടുണ്ട് എന്നത് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? ND മുന്നണിയിലെ എത്രയൊക്കെ നേതാക്കൾക്ക് ഇതിനകത്ത് എതിരഭിപ്രായമുണ്ട് എന്ന് അങ്ങ് നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ND മുന്നണിയുടെ നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കാത്തതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒന്ന്, ഞങ്ങൾ വളരെ കൃത്യമായി ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട്, കേരളത്തിലെ CPM ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ കാലങ്ങളായി നിങ്ങൾക്ക് അരിവെച്ച് തരുന്ന പണിയാണ് ചെയ്യുന്നത്. BJPക്ക്, ഞാൻ അങ്ങേ വ്യക്തിപരമായല്ലോ കേട്ടോ, BJPക്ക് അരിവെച്ച് തരുന്ന പണിയാണ് CPM എല്ലാ കാലത്തും ചെയ്യുന്നത്. അവർ എല്ലാ കാലത്തും എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണിയാണ് എടുക്കുന്നത്. ഈ വിഷയത്തിലും അവരെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അവർക്ക് 4-3-7 വോട്ട് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലോ 2026 കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തമിഴ്നാട്ടിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, യാതൊരു പ്രയോജനമില്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. പിന്നെ ഉള്ളത് കേരളത്തിലാണ്. അപ്പൊ കേരളത്തിൽ എങ്ങനെയും ഉള്ള മണ്ണ് ഒഴിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ഈ പറഞ്ഞ 4-3-7 വോട്ട് കിട്ടാൻ വേണ്ടി അവർ ചിലപ്പോൾ RSSുമായി സഖ്യം ചേരും, ചിലപ്പോൾ അവർ കോൺഗ്രസിനെ വിമർശിക്കും. ഒരു കാര്യവുമില്ലാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതിലേക്ക് വലിച്ചിട്ടെന്ന് വരും. അങ്ങനെയൊക്കെ അവർ ചെയ്യും. അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതം കുറേണ്ടതായിട്ടില്ല. പക്ഷേ ഇത്രയധികം വിമർശനം ഉന്നയിക്കുമ്പോൾ ശ്രീ വസന്ത, മധുരയിൽ ചേരുന്ന CPMന്റെ സമ്മേളനത്തിൽ അവർ കോൺഗ്രസിനെതിരെ ഇതുവരെ വിമർശനമൊന്നും ഉയർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോകണം എന്നുള്ള പ്രത്യാശയൊക്കെ അവർ വച്ചു പുലർത്തിയിരുന്നു. അപ്പോഴാണ് താങ്കളുടെ ഈ രീതിയിലുള്ള നിലപാട്. അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഈ മധുരയിൽ ചേരുന്നത് CPMന്റെ പാർട്ടി കോൺഗ്രസ് എന്തോ വലിയ മഹാസംഭവമാണെന്ന്? എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു പ്രചരണം ഇതിന് കൊടുക്കുന്നത്? ആ പാർട്ടിയെ സംബന്ധിച്ച് അവർ 24ാമത്തെ 25ാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. അവരെ സംബന്ധിച്ച് അവർ ശുഷ്കിച്ച് ഇനി ശുഷ്കിക്കാനേ ഒരു സ്ഥലവുമില്ല. കേരളം മാത്രമാണ്. അങ്ങേക്കറിയാമോ, ലോകത്തിൽ ഏറ്റവും ആദ്യ ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലായിരുന്നു. ഇന്ന് ഇതാ ഈ 2025 ഏപ്രിൽ മാസം 4-ാം തീയതി അല്ലെ, ഇന്ന് 3-ാം തീയതി ഈ ലോകത്തിൽ ആകപ്പാടെ ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിലാണ്. 2026 ഏതാണ്ട് ഈ മാസം അത് തീരുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ പാർട്ടി കോൺഗ്രസ് മധുര നടന്നാലും ഈ കേരളത്തിൽ നിന്ന് 10 പേര് പോകും, മധുരയിൽ നിന്ന് ഒരാൾ കാണും. അതുകൊണ്ട് അതിനെയൊക്കെ വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ കാണേണ്ടതില്ല. ഇനി കോൺഗ്രസിനെ വിമർശിക്കുക എന്നുള്ളത് അവരുടെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, തീരുന്നതിന് മുമ്പ് അവർ ആ പണി ചെയ്യും. അവരുടെ ഏറ്റവും വലിയ പണി അത് തന്നെയാണെന്ന്. അങ്ങ് നോക്കൂ, ഒരു എക്സാമ്പിൾ അങ്ങ് അത് പറഞ്ഞതുകൊണ്ട് ആഡ് ചെയ്ത് ഞാൻ പറയാം. ഈ കേരളത്തിലെ CPM അങ്ങേക്ക് അറിയാമോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് അപമാനിച്ച ഇന്ത്യ മുന്നണി നിങ്ങളുടെ കൂടെ ഇന്നുള്ള നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കളും, അന്ന് നിതീഷുമുണ്ട്, പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കളും ചേർന്ന് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഒരു പ്രതിപക്ഷ ഐക്യം വരണം എന്ന് ആഗ്രഹിച്ചപ്പോ അതിന് കടക്കൽ കത്തിവെച്ച് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണിയുമായി ഹൈദരാബാദിൽ പോയി KCRനെ കണ്ട് 3-ാം മുന്നണി ഉണ്ടാക്കാൻ പോയ ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയന്റെ കാലാകാലങ്ങളായി എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണിയാണ് അറിയാവുന്നത്. അത് അദ്ദേഹം ചെയ്യും. അവർ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിന് കീഴിലുള്ള എല്ലാവരും അത് ചെയ്യും. പിന്നെ ഇന്ന് അവരെ സംബന്ധിച്ച് ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെ SFIO പ്രതി ചേർത്തിരിക്കുന്നു. ആശാ വർക്കർമാർ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്യുന്നു. ഈ സർക്കാർ ഒരുപക്ഷെ നിലം പതിക്കാൻ ജനകീയ സമരം ഉയർന്നു വരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അവർക്ക് അതിൽ നിന്ന് വിഷയം വ്യതിചലിക്കാൻ വേണ്ടി, ആ സർക്കാരിനെതിരായ ജനകീയ പ്രതിഷേധത്തിൽ നിന്ന്, പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് പല റീസണും കണ്ടുപിടിക്കേണ്ടതായി വരും. താങ്കളിലേക്ക് എത്താം ശ്രീ വസന്ത്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ താങ്കൾ ഈ പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞും ഇരട്ട താപ്പും ഒക്കെ കാണിക്കുന്നത് കോൺഗ്രസ് MPമാർക്ക് ഇന്ന് ക്രിസ്തീയ സഭകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്തുകൊണ്ടൊരക്ഷരം പറഞ്ഞില്ല, തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല എന്നുള്ളത്. അതിലേക്ക് വരാം. ശ്രീ കെവിൻ പീറ്റർ, ക്രിസ്തീയ സഭകളടക്കം മുനമ്പം വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നിയമ ഭേദഗതി ബില്ലിന്മേൽ, വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന ആദ്യം മുതൽക്കേ നടത്തിയതാണ് നമ്മുടെ ജനപ്രതിനിധികളോടക്കം. പക്ഷേ അവരെല്ലാം അത് നിരാകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ വളരെ വിദഗ്ധമായി മുനമ്പം ജനതയോട് പറയുന്നത് ഇത് മുനമ്പവും വഖഫ് നിയമ ഭേദഗതി ബില്ലും രണ്ടാണ് എന്ന തരത്തിലാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഇരട്ടത്താപ്പ് പ്രകടമാകുന്നത്. എന്തായാലും മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അവർ കഴിഞ്ഞ ദിവസം തന്നെ അതിന് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്തായാലും ഇനി നിയമമാകാൻ ഇനി ഏതാനും കടമ്പകൾ മാത്രമേ ഉള്ളൂ. അതിനുമേലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തുടർന്ന് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടും. അതിനുശേഷം ബിൽ നിയമമാകും. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഞാൻ നമ്മുടെ സുഹൃത്തായ തെങ്ങുംപള്ളി പറഞ്ഞതൊക്കെ കേട്ട് ചിരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ അദ്ദേഹം ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇന്ന് ഇത്രയും വലിയൊരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് സമയം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇതേ പ്രിയങ്കയാണ് കഴിഞ്ഞ ദിവസം പിണക്കം മാറ്റാനായിട്ട് പാണക്കാട് സന്ദർശിച്ചത്.
അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ CPM വിമർശിക്കുന്നു, അതിന് മറുപടി പറയാൻ ഇവിടെ ആളുണ്ട്. അപ്പോ നിങ്ങളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പാർട്ടി എവിടെ നിന്ന് എത്തി നിൽക്കുന്നു എന്നോട് ആലോചിക്കുക. അതോടൊപ്പം തന്നെ ഇത്രയൊക്കെ മോശക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തിനാണ് അവരെ നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ കൂട്ടി? താങ്കൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു, അതിന്റെ ഏറ്റവും ഏടെ അർത്ഥം അലയൻസ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറയാൻ പറ്റും. ഇന്ത്യ മുന്നണി എന്ന് വിളിക്കാലോ അല്ലെ? NDA വിളിക്കാമല്ലോ, എനിക്കും വിളിക്കാമല്ലോ. ഞാൻ ഇനി അതേ പറഞ്ഞു. അത് താങ്കളുടെ നിലവാരത്തിനനുസരിച്ച് അതിന് വള്ളിയിട്ട് വേണേലും വിളിക്കാം, അതെന്റെ കുഴപ്പമില്ല. അത് അവിടെ ഞാൻ ഇടയ്ക്ക് കയറിയില്ലല്ലോ. അല്ലല്ല, ഞാൻ കറക്റ്റാണ് പറഞ്ഞ അക്ഷരത്തിന്റെ അർത്ഥം എന്താണ്? അക്ഷരത്തിന്റെ അർത്ഥം എന്താണ്? അലയൻസ് എന്നല്ലേ? ഇന്ത്യയുടെ വിടൂ. താങ്കൾ, ഞാൻ ചോദിച്ച താങ്കൾ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുന്നത് അവസാനത്തെ എന്ന് സൂചിപ്പിക്കുന്ന അക്ഷരത്തിന്റെ ഫുൾ ഫോം എന്താണ്? ഒരു മിനിറ്റ് ഉത്തരം പറയട്ടെ, അങ്ങ് വഴങ്ങാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ, രോഹിണിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത്. ഇന്ത്യ കറക്റ്റാണ്, അത് ഒരു വ്യത്യാസമില്ല. അർത്ഥം അത് തന്നെയാണ്. അത് വിടൂ, ഞാൻ താങ്കളുടെ സമയം അവതരിച്ചില്ലല്ലോ. ഇന്ത്യയുടെ ഏടർത്ഥം അലയൻസ് സഖ്യം എന്നാണെങ്കിൽ NDA അത് വീട് വെറുതെ നാണം കെടും. അത് വീട് ഞാൻ സംസാരിച്ചോട്ടെ, താങ്കളുടെ സമയത്ത് ഇടയ്ക്ക് കയറിയില്ലല്ലോ. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശ്രീ വസന്ത്, താങ്കൾ മാത്രം ഉത്സാഹം നമ്മുടെ ഇന്ത്യ മുന്നണിയെ കാണിക്കുന്നു. ഒരല്പം മുൻപ്, ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഭിന്നത രൂക്ഷമായി പുറത്തു വന്നത്. നമുക്ക് അതിലേക്കൊക്കെ എത്താം. നമുക്ക് എന്തായാലും ഇപ്പോൾ ശ്രീ വസന്ത്, നമുക്ക് എത്താം. രോഹിണി, എനിക്ക് ഒരു മിനിറ്റ് തരണം. ഇനി താങ്കൾ സംസാരിച്ചാൽ നിങ്ങൾ ചർച്ചിച്ചോ? അല്ല, കോൺഗ്രസ് ഇന്നലെ മുനമ്പത്ത് ഇപ്പോൾ ശ്രീവസന്ത്, താങ്കളിലേക്ക് എത്താം. അങ്ങയുടെ ആവശ്യമാണ്. രോഹിണി ആങ്കർ എന്ന നിലയിൽ അങ്ങാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ശരി, INDIA അലയൻസ് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഒരു സംഘടനയും അധിക്ഷേപിക്കലല്ല. കാരണം അവിടെ മുന്നണി എന്നുള്ള പദപ്രയോഗമല്ലേ ശ്രീ വസന്ത്? അവിടെ എങ്ങനെയാണ് അത് അധിക്ഷേപമോ അപമാനമോ ഒക്കെ ആകുന്നത്? INDIA അലയൻസ് ആണ് മുന്നണി എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ അതെങ്ങനെയാണ് അധിക്ഷേപമാകുന്നത്? പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലല്ലോ ശ്രീ വസന്ത്. താങ്കൾ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ പേര് പറഞ്ഞു ഇത്രയൊക്കെ കാര്യം മനസ്സിലാക്കി. രോഹിണി, അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഞാനതാണ് പറഞ്ഞത്, ഇന്ത്യ എന്നതിന്റെ അലയൻസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ അലയൻസ് തന്നെയാണ്. അപ്പൊ ഞാൻ ND മുന്നണി. ശ്രീ വസന്ത്, താങ്കൾക്ക് ഇങ്ങനെ വേണമെങ്കിലും സംസാരിക്കാമല്ലോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ഇന്നത്തോട് കോൺഗ്രസ് പ്രതിനിധികളെ ജനം ചർച്ച പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്ത് വിഷയം? സ്ഥിരമുള്ള പ്രശ്നമാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശ്രീ വസന്ത് എങ്ങുമ്പള്ളി, താങ്കൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. കേവലം മുന്നണിയുടെ പേരുകൾ പറഞ്ഞ് വെറുതെ തടസ്സപ്പെടുത്തുകയാണ്. ശ്രീ വസന്ത്, വിഷയത്തിലേക്ക് കൊണ്ടുവരാതെ താങ്കൾ മനഃപൂർവ്വം അത് വഴിവെച്ച് വിടുകയാണ്. പാർട്ടിക്ക് വേണ്ടി, എന്റെ പാർട്ടിക്ക് വേണ്ടി പറയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഇടപെടുന്നത് പറഞ്ഞിട്ട് ഞാൻ ലീവ് ചെയ്തോളാം. നിങ്ങൾ ചർച്ച ചെയ്തോ? ശ്രീ കെവിൻ പീറ്റർ, താങ്കളിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതെന്ന്. എന്തായാലും ഈ നിയമ ഭേദഗതി ബിൽ, വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമാകുമ്പോൾ അത് എത്രത്തോളം ആശാവഹമാണ് എന്നാണ് താങ്കൾ കരുതുന്നത് സമകാലിക രാഷ്ട്രീയത്തിൽ? ഇപ്പോൾ അവർക്ക് ഈ നിയമ ഭേദഗതി അവർ പല രീതിയിൽ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അവർ പോലും വിചാരിക്കാത്ത രീതിയിൽ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് JPCക്ക് വിട്ടു. JPCയുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഭേദഗതി വീണ്ടും അവതരിപ്പിച്ചു. അത് ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് മറ്റൊന്നും പറയാനില്ല. കാര്യം അവർക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീതിപ്പെടുത്തിയേ പറ്റൂ. അവർ നിർദ്ദേശിക്കുന്നത് അനുസരിക്കാതെ യാതൊരുവിധ നിവൃത്തിയുമില്ല. അത് ഹൈബീഡൻ ഉൾപ്പെടെയുള്ളവർ. കാരണം ഇത്രയധികം മുനമ്പൻ ജനത വഖഫ് നിയമം വരാൻ പോകുന്നു എന്ന് കരുതി മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും ഈ റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ച് രസിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ സ്വന്തം ജനങ്ങൾ
ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ MP എന്ന നിലയിൽ താൻ തികഞ്ഞ പരാജയമാണെന്ന് തെളിഞ്ഞു നിൽക്കുമ്പോൾ പോലും എമ്പുരാന് വേണ്ടി രംഗത്ത് വന്ന ആളാണ് ഹൈബിയുടെ, അല്ലെ? അപ്പം അദ്ദേഹത്തെ ആരോ നിർദ്ദേശിച്ചു, അതിനെ പിന്തുണച്ചേ പറ്റൂ, ആ സിനിമയെ പിന്തുണച്ചേ പറ്റൂ. അപ്പൊ അത്തരം കെണികളിൽ പെട്ട് കിടക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരെ നിയന്ത്രിക്കുന്നവർ പറയുന്ന രീതിയിൽ ചലിക്കാതിരിക്കാനാവില്ല. അവർ ആ ഒരു സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നതില്ല. ഇപ്പോൾ അവർക്ക് പറയാൻ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് പ്രയോജനമൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഒരു മാധ്യമത്തോട് മുനമ്പത്തെ ഈ വിജയാഹ്ലാദ വേളയിൽ മുനമ്പത്ത് നിന്ന് ഫിലിപ്പ് എന്ന് പറയുന്ന അവിടുത്തെ താമസക്കാരൻ, ഈ ഭീഷണി നേരിടുന്ന ഒരു വ്യക്തി പറഞ്ഞത്, ആ പറയുന്ന വഖഫ് ഹൈബി ഈഡനായാലും ജോൺ ബ്രിട്ടാസ് ആയാലും അല്ലെങ്കിൽ BD സതീശനായാലും അവർ മുനമ്പത്തേക്ക് വരൂ, ഞങ്ങളുടെ പിള്ളേര് ക്ലാസ് എടുത്ത് തരും വഖഫ് എന്താണെന്ന്, ഞങ്ങളുടെ പിള്ളേര് ക്ലാസ് എടുത്ത് തരും. അപ്പൊ അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ മുനമ്പത്തെ കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം വഖഫ് നിയമം എന്താണെന്നും അതിലെ ദൂഷ്യവശങ്ങൾ എന്താണെന്നും. എന്നിട്ടും ഇവര് ഇതിൽ പിടിച്ച് കടിച്ചു തൂങ്ങിയാണ്. ഇന്ന് ഫാദർ ജോഷി മയ്യാറ്റിൻ വളരെ വ്യക്തമായിട്ട് സെക്ഷൻ 2 കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അമെന്റ്മെന്റിലൂടെ മുനമ്പം ജനതയുടെ പ്രശ്നം എല്ലാം പരിഹരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് നാളെ തൊട്ട് പരിഹരിക്കും എന്നുള്ള അതിന്റെ അർത്ഥം അതേ രീതിയിൽ ബാക്കിയുള്ള നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് അത് പ്രയോജനം. പക്ഷെ ഇവർക്ക് മറിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇന്നും BD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നു, ഞാൻ അവരോടൊപ്പമായിരുന്നു, ഞങ്ങൾ അവിടം സന്ദർശിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. എന്ത് പഠിച്ചു എന്നാണ് പറയുന്നത്? ഇയാൾ 10 മിനിറ്റ് ഫോർമുല പറയുന്നുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും ഒന്ന് വെളിപ്പെടുത്തട്ടെ, ഇതായിരുന്നു എന്റെ ഫോർമുല, ഈ നിയമത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമായിരുന്നു, ഇതായിരുന്നു ആ ഫോർമുല, ഇതെന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയട്ടെ, വെളിപ്പെടുത്തട്ടെ. അല്ലെ വസന്ത് തെങ്ങമ്പള്ളിയെ പോലുള്ള ആളുകൾ ചോദിച്ചിട്ടൊന്ന് വന്നു ചാനൽ ചർച്ചയിൽ നിന്ന് പറയാം, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോർമുല ഇതായിരുന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നടന്നാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഈ 12 മണിക്കൂർ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മുനമ്പം ജനത മാത്രമല്ലല്ലോ, അവരൊരു 610ഓളം കുടുംബങ്ങളുടെ ഒരു വിഷയം ആയതുകൊണ്ട് വന്നു. ഇവിടെ ചാവക്കാട് വിഷയമില്ലേ, പാലക്കാടില്ലേ, മലപ്പുറത്തില്ലേ, ചെല്ലാനത്തെ ഭൂമികൾ വരെ വഖഫ് ഇതിന്റെ വെബ്സൈറ്റിൽ അവരുടെ ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഈ നിയമം ഇപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ പതിയെ പതിയെ ഓരോരോ ഭൂമികളുടെ മേൽ അവകാശവാദം അവർ ഉന്നയിക്കില്ലായിരുന്നു. ആലപ്പുഴയിലെ ഡച്ച് സ്ക്വയറിനടുത്ത ഡോക്ടറുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ലേ? അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തും കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പലർക്കും ഭൂമികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെടാൻ പോകുന്നു. വഖഫിന്റെ ഇതിൽ പല സ്ഥലങ്ങളിൽ ഇപ്പൊ എന്റെ ഉദാഹരണമാണ് ചെല്ലാനം, എവിടം തൊട്ട് എവിടം വരെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. മുനമ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫോർട്ട് കൊച്ചിയാണ്, അതും കഴിഞ്ഞാൽ പിന്നെ അർത്തുങ്കൽ വരെയുള്ള ഭാഗത്തേക്ക് വളരെ വിസ്തൃതമായ ചെല്ലാനം ഫിഷിംഗ് ഹാർബറൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗം അവരുടെ സൈറ്റിലുണ്ട്. ഇവിടുത്തെ ഇടക്കൊച്ചിയിലെ ഒരു ജുമാ മസ്ജിദിന്റെ പേരിലാണ് അവിടുത്തെ വഖഫ് ഭൂമി അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം വരുമെന്ന് കരുതിയത് കൊണ്ട്, ഇതിനെക്കുറിച്ച് പഠനം നടക്കുന്നു, ഇനി അടുത്ത മിനിസ്റ്ററുടെ കാലത്ത് ഇത് വരുമെന്നൊക്കെ കരുതിയത് കൊണ്ട് അതെങ്ങനെയാകും, വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കാത്തു നിന്നതാണ്. അപ്പോൾ ഇത് കേവലം മുനമ്പത്തിന്റെ മാത്രം വിഷയമൊന്നുമല്ല. ഇവര് പറയുന്നു മുനമ്പവും അത് ഇതും, ശരി ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ മുനമ്പവും വഖഫ് നിയമ ഭേദഗതിയും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ വേറെ ആൾക്കാരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, വേറെ അന്യമത ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും എല്ലാം വഖഫ് പോലും പിടിച്ചെടുത്ത ഭൂമികളുണ്ടല്ലോ. പലരുടെയും ഭൂമികളുടെ മേൽ ഇപ്പോഴും ഇവര് അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി അവരുടെ രേഖകളിൽ അത് പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഈ നിയമം ആവശ്യമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേൽ കൊണ്ടുവച്ചിരുന്ന ആ മത നിയമത്തെ എടുത്തു മാറ്റി, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനിയെങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഇപ്പോൾ വസന്ത് വളരെ ആവേശപൂർവ്വം പറയുണ്ടായല്ലോ, വളരെ കൊച്ചാക്കിയൊക്കെ CPM പറയുണ്ടായി. അവരുടെ കൂടെ ഇത് കൊണ്ടിയല്ലേ അവരുടെ ആൾ പറയുമ്പോൾ, എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ, MP സംസാരിക്കുമ്പോൾ ഇവർ കൈയടിച്ചില്ലേ, ഇല്ലേ? അപ്പൊ ഇതൊക്കെ ഇവിടെ ജനം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ സമസ്തയുടെ നേതാവായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാറുടെയും വാക്കുകളാണ് ഇവിടുത്തെ 19 MP കേട്ടത്. CBCയുടെ വാക്കുകൾ കേട്ടില്ല, CBCയുടെ വാക്കുകൾ കേട്ടില്ല. അതിനെയൊക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ജഫ്രി മുത്തുക്കോയ തങ്ങളുടെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും വാക്കുകളാണ് അവർക്ക് വില കൊടുത്തത്. അവർ പറഞ്ഞു ഇതിനെതിരെ എതിർത്ത് വോട്ട് ചെയ്യണമെന്ന്, അതിവർ അനുസരിക്കുകയും ചെയ്തു. ഇവിടെ വന്നു നിന്നിട്ട് ഇവിടുത്തെ ആളുകളെ പൊട്ടന്മാരാക്കാനായിട്ട് പറയുന്നു, അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല, ഞങ്ങൾ ഇനിയും പോയി KCBCയുടെയും മറ്റ് ബിഷപ്പ് ഹൗസിന്റെയൊക്കെ തിണ്ണനിറങ്ങി ഞങ്ങൾ പ്രശ്നം പരിഹരിക്കൂ. അതെ, അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഇങ്ങനെ ഇത്തരം പറഞ്ഞോളൂ. താങ്കളിലേക്ക് എത്താം. ശ്രീ വസന്ത് തെങ്ങുംപള്ളിയിലേക്ക് അതിന്റെ മറുപടിക്കായി പോകേണ്ടതുള്ളത് കൊണ്ടാണ്. അതാണ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, അതിനെന്ത് പ്രതികരണമാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ
കേരളത്തിൽ നിന്നുള്ള 19 പേരിൽ സുരേഷ് ഗോപി ഒഴികെ ബാക്കി 18 പേരും ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു. അതോടൊപ്പം മുനമ്പവും വഖഫും രണ്ടും രണ്ടാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അതിനു മുമ്പ് ഒരു കാര്യം അത് കൃത്യമായി പറഞ്ഞാൽ മതിയാവും. കാര്യം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയിൽ പാർട്ടിക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ മതിയാവുകയും ജനത്തിന്റെ പൊതു നയമാണ് ഇന്ത്യ മുന്നണി എന്ന് വിളിക്കുക. അത് അപമാനകരമാണ് അതെ അപമാനകരമാണ് എന്ന് അങ്ങേക്ക് പറയാം. ഇനി അങ്ങനെ പറയുന്നതിന്റെ അകത്ത് ഞങ്ങൾക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ND മുന്നണി എന്നും വിളിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന എന്ന വാക്ക് അലയൻസ് ആണെങ്കിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ദേശീയ ജനാധിപത്യ സഖ്യം എന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും ലാൽകൃഷ്ണ അദ്വാനിയും ചേർന്ന് ഉണ്ടാക്കിയ ഈ സംവിധാനത്തെ ഞങ്ങൾ ആരും ND മുന്നണി എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷെ ഇനി തൊട്ടങ്ങോട്ട് വിളിക്കേണ്ടി വരും. ഇനി സഫിയതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് ചർച്ച നടത്തുന്നതെങ്കിൽ ഇനി മേലാൽ കോൺഗ്രസിന്റെ പ്രതിനിധികളെ വളരെ ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി എല്ലാ റെസ്പോൺസിബിലിറ്റിയോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു സഫ്യതയുടെ ശ്രീ കെവിൻ പീറ്ററിനെ അല്ല ഞാൻ പറയുന്നത്, ശ്രീ ആങ്കർ എന്ന നിലയിൽ രോഹിണിയാണ് ഈ ഇന്ത്യ മുന്നണി എന്നത്. അല്ല, ചർച്ചയുടെ ഇടയിൽ താങ്കളാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ അതിലേക്ക് പോകാതെ താങ്കൾ ഈ ചോദ്യത്തിന് മറുപടി പറയും. ശ്രീ വസന്ത് തെങ്ങുപള്ളി, താങ്കളുടെ ആകെക്കൂടെയുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത് അവതാരക എന്നുള്ള നിലയിലാണ്. ഞാനത് വ്യക്തമായി INDIA അലയൻസ് എന്നുള്ളതാണ് മുന്നണിയായി പറഞ്ഞത്. താങ്കൾക്ക് ND അലയൻസ് എന്നോ ND മുന്നണി എന്നോ പറയാം. അതൊന്നും ഞാൻ തടുത്തില്ലല്ലോ. പിന്നെ താങ്കൾ അതിൽ മാത്രം എന്തിനാണ്, ആ വിഷയത്തിൽ ഊന്നി മാത്രം നമുക്ക് സംസാരിക്കുന്നത് എന്തിനാണ്? നമുക്ക് അതല്ലല്ലോ വിഷയം. നമുക്ക് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന പരമപ്രധാനമായ വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ ഇപ്പോൾ ചർച്ച രാജ്യസഭയിൽ നടക്കുകയാണ്. അതിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്, സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. അപ്പോൾ അതിലേക്ക് പോകുന്നതല്ലേ ഉചിതം? രോഹിണി, ഞങ്ങളെ സംബന്ധിച്ച് അപമാനകരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായാൽ അത് പ്രതികരിക്കും. ഞങ്ങൾ അത് കേട്ടിട്ട് 72 തവണയും 62 തവണയും 7 നാഷണൽ റെക്കോർഡ്സ് ശ്രീ വസന്ത് തെങ്ങുപള്ളി, മുന്നണി എന്ന ഒരു പദപ്രയോഗം എങ്ങനെയാണ് അൺപാർലമെന്ററി ആകുന്നത്, അവിടെ എങ്ങനെയാണ് അസഭ്യമാകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്ഷമിക്കണം. കാരണം മുന്നണി എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് അസഭ്യമാകുന്നത് എന്നുള്ളത് ഒരു തരത്തിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് ചർച്ചയിലേക്ക് വരാമോ ശ്രീ വസന്ത് തെങ്ങുപള്ളി? താങ്കൾക്ക് താങ്കളുടെ നിലപാട് വ്യക്തമാക്കാം. നമുക്ക് ചർച്ചയിലേക്ക് വരാമോ? പ്ലീസ് രോഹിണി, അങ്ങനെ ചർച്ചയിൽ ഇടപെട്ടോളൂ. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗികമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിൽ ഇടപെടരുത്. ഞാൻ പറഞ്ഞത് സഫ്യാതരമല്ലാത്ത ചർച്ചകൾക്ക് ഇനി കോൺഗ്രസിന്റെ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരെന്ന് പറയുന്ന പോലെയാണോ പ്രതീക്ഷിക്കേണ്ടത്? ഞങ്ങളെ സഫ്യാതരമായി പറഞ്ഞാൽ അതിനകത്ത് പ്രതികരിച്ച ശേഷമേ ബാക്കി സംസാരിക്കാൻ സൗകര്യം ഉണ്ടാകും. വേണ്ട. ഇനി ശ്രീ കെവിൻ പീറ്റർ പറഞ്ഞതിലേക്ക് തന്നെ വരാം. വിഷയത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യം എനിക്കില്ല. അത് അങ്ങ് എന്റെ കൂടെ അധികം ചർച്ചകളിൽ ഇരിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ചാനലിലുള്ള മറ്റു അവതാരകരോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഒളിച്ചോടുന്ന ആളുമല്ല ഞാൻ. അത് നിങ്ങളുടെ ആർക്കൈവ്സിൽ തന്നെ ഉണ്ട്, എടുത്ത് നോക്കിയാലും കാണാം. ഇനി ശ്രീ കെവിൻ പീറ്റർ പറഞ്ഞ എന്താണ്? ഇന്നലെ ശ്രീ ഹൈബി ഈഡൻ അവിടെ എമ്പുരാനെ പറ്റി ചർച്ച ചെയ്തു. എന്താ എമ്പുരാനെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ലേ? ഗ്രഹാം സ്റ്റെയിൻസിനെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ലേ? ബജൽപൂരിൽ ഇന്നലെ ഈ ബജറിംഗിൾ ദൾ നേതാക്കളുടെ ആക്രമണത്തിനിരയായ വൈദികനെ പറ്റി ചർച്ച ചെയ്യണമെന്ന ഡീൻ കുര്യാക്കോസിന്റെ ആവശ്യം ചർച്ച ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് 425 കുടുംബങ്ങളെ ഇറക്കി വിടുകയും അവിടെ പോലീസിനെ സമീപിച്ചിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ ഈ പറയുന്ന സംഘപരിവാർ സേനകൾ അവരുടെ വീട്ടിലേക്ക് ഇരച്ചുകയും ചെയ്തിട്ട് 6 മാസമേ ആയുള്ളൂ. അതെന്താ ചർച്ച ചെയ്യണ്ടേ? അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നേ. അതിനകത്ത് നിങ്ങൾ അല്ല, അവനവന്റെ സ്ഥലത്തെ കാര്യങ്ങൾക്കല്ലേ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ട. അങ്ങനെയെങ്കിൽ ബൈബിൾ കത്തിച്ചപ്പോൾ ചർച്ച ചെയ്യണമായിരുന്നു. ഉൾക്കൂട്ടിലെ തിരുസ്വരൂപങ്ങൾക്ക് തോട്ട് കഴിഞ്ഞപ്പോൾ ചർച്ച ചെയ്യണമായിരുന്നു. വൈദികനെ ആക്രമിച്ചപ്പോൾ ചർച്ച ചെയ്യണമായിരുന്നു. വിശുദ്ധ ഖുർആനിലെടുത്ത് കക്കൂസിൽ എറിഞ്ഞപ്പോൾ ചർച്ച ചെയ്യണമായിരുന്നു. അതുപോലെ നിസ്കാരത്തിന്റെ പേരിൽ കോളേജിൽ വൈദികൻ പ്രിൻസിപ്പളിനെ പറഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു. അതിലൊന്നും നിങ്ങൾ വാദമില്ലല്ലോ. പാർലമെന്റേറിയൻ ഞാന് ഈ എന്താണ് ഈ മുന്നണിയുടെ പേര് വെച്ചുള്ള തർക്കത്തിൽ മാത്രമാണ് കെവിൻ പീറ്റർ സംസാരിച്ചപ്പോൾ ഇടപെട്ടത്. അങ്ങനെ പറയല്ലേ? അല്ല, അങ്ങ് എന്റെ അവസരം കളഞ്ഞുകൊണ്ട് അങ്ങ് എന്നെ ശല്യപ്പെടുത്തിയപ്പോൾ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഇടപെട്ടത്. സംസാരിച്ചുകൊണ്ടാണ്, സഫ്യേതരമായ സംസാരം വന്നുകൊണ്ടാണ്. അത് അങ്ങയോടും അല്ല ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണ്? എന്ന വാക്ക് അഡൻസൊള്ളി അല്ല, അത് അലയൻസ് ആണ് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ ND മുന്നണിക്ക് ഭാഗമാണെന്ന് കൂട്ടിയാൽ മതി. ഇനി ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും ബജൽപൂരിലെ ശരി, നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുപള്ളി വല്ലാതെ വ്യതിചലിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. നമ്മൾ ചോദിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ അഭിപ്രായമാണ്. മുനമ്പവും വഖഫും രണ്ടും രണ്ടാണ് എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കാരണം സാധാരണക്കാരായ മുനമ്പം ജനതയ്ക്ക് അത് അറിയാനുള്ള ഒരു ആകാംക്ഷ കാണുമല്ലോ. കാരണം അവർ തെരഞ്ഞെടുത്ത് വിട്ടവരാണല്ലോ അവിടുത്തെ ഉള്ള ജനപ്രതിനിധികൾ കോൺഗ്രസിന്റെ.
അല്ലല്ലോ, വളരെ കൃത്യമായി ശ്രീ കെ സി വേണുഗോപാലും ഇന്നലെ സംസാരിച്ചു പോകുന്ന എല്ലാ എം പിമാരും ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചു. ഇനി മുൻപത്ത് ഈ ബില്ല് വന്നതോടുകൂടി നിങ്ങൾ എന്ത് പരിഹാരമാണ് മുമ്പോട്ട് വെച്ചതെന്ന് പറയാൻ ഇതുവരെ ബി.ജെ.പിയുടെ ഒരു നേതാവിന് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ സമരവുമായി മുമ്പോട്ട് പോകണ്ടല്ലോ. ഇന്നലെ തന്നെ സമരപന്തൽ അഴിച്ച് അവർക്ക് വീട്ടിൽ പോകത്തില്ലേ? നിങ്ങൾ ഈ ബില്ല് എല്ലാ പരിഹാരവും വരുത്തിയെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് അവർക്ക് കടക്കാൻ കഴിയും. അതിന് ഉതകുന്നതാണ് ആ ബിൽ നിയമമാകുന്നതോടുകൂടി ഉണ്ടാകുന്നത്. ഞാൻ ആ വിഷയം ഞാൻ സംസാരിക്കുന്നില്ലെന്നാണ് അങ്ങ് പറഞ്ഞത്. ആ സംസാരിച്ചു തുടങ്ങുമ്പോഴേ അങ്ങ് നടപടിയാണെങ്കിൽ എങ്ങനെ പറയും? എന്തുകൊണ്ടാണ് ഈ ബില്ലിന് മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ട് മുനമ്പം ജനതയുടെ പ്രശ്നം തീർക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത്? വഖഫ് ട്രൈബ്യൂണലുകൾ മതകോടതിയാണ് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആണേ, ആ വഖഫ് ട്രൈബ്യൂണലുകൾക്ക് കൂടുതൽ അവകാശമാണ് ഈ ബില്ല് കൊടുത്തതോടുകൂടി ഉണ്ടാവുന്നത്. സ്വാഭാവികമായും മുസ്ലിം നിയമ പണ്ഡിതനായ ഒരാൾ ഇതിലേക്ക് വരണമെന്നാണ് പറയുന്നത്. 2013 അന്നത്തെ UPA സർക്കാർ വഖഫ് ബില്ലിൽ അമെന്റ്മെന്റ് നടത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞത് 2 അതിലധികമോ സ്ത്രീകൾ ഈ വഖഫ് ബോർഡിലേക്ക് വരണമെന്നാണ്. പക്ഷെ എന്നാൽ പുതിയ അമെന്റ്മെന്റ് എന്താണ് പറയുന്നത്? 2 സ്ത്രീകൾ, അതായത് മാക്സിമം ഓഫ് 2. ഞങ്ങൾ പറഞ്ഞത് മിനിമം ഓഫ് 2 ലേഡി മെമ്പേഴ്സ് എന്നാണെങ്കിൽ ഈ ബില്ലിൽ അങ്ങ് വായിച്ചു നോക്കിയാൽ മതി. ഈ ബില്ലിൽ വളരെ കൃത്യമായി പറയുന്നു, there is a maximum of 2 ലേഡി മെമ്പേഴ്സ്. 2 ലേഡി മെമ്പേഴ്സ്, 2 പേർ എങ്കിലും ഉണ്ടാവണം എന്ന നിയമം മാറ്റി നിങ്ങൾ 2 പേരുണ്ടാവണം. അപ്പൊ എന്ത് മലമറിച്ച കഥയാണ് നിങ്ങൾ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്നുള്ളത് പറയണ്ടേ? ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ മുമ്പോട്ട് വെച്ചതിനെ മുഴുവൻ, പഴയ വീഞ്ഞിനെ മുഴുവൻ പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ all members had to be Muslims including 2 women എന്നുള്ളിടത്താണ് മാറുന്നത്. എങ്ങനെയാണെന്നുള്ളത് താങ്കൾക്കും വ്യക്തമായിട്ട് അറിയാം. ഇൻക്ലൂഡ്സ് 2 നോൺ മുസ്ലിംസ് MPs, ഫോമർ ജഡ്ജസ്, എമിനന്റ് പേഴ്സൺസ് എന്നുള്ളത്. ആൻഡ് നീഡ് നോട്ട് ബി മുസ്ലിംസ്. അവർ മുസ്ലിംസ് ആവണമെന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു വരുന്ന ആ കണക്കിൽ ഈ 2 സ്ത്രീകളെ ഉള്ളൂ എന്നുള്ളതാണോ ഇപ്പൊ വിഷയം? അല്ല, അതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്ത്രീകളെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ശരി ശരി, താങ്കൾ ഇപ്പോഴും പറയുന്നില്ല വഖഫും മുനമ്പും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. കണ്ടില്ലത്? അല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലൈവ് നിങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ടാവാം. നോക്കൂ, ഈ ബില്ല് വരുന്നതോടുകൂടി മുസ്ലിം സ്ത്രീകൾക്ക് വലിയ അവകാശങ്ങൾ കിട്ടാൻ പോകുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ എന്താണ് അതിലുണ്ടായത്. 2013 ഞങ്ങൾ there should be a minimum of 2 members എന്നത് മാറ്റി നിങ്ങൾ there should be a maximum of 2 members എന്നാക്കി. അതിനകത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായത് അത് പറയണ്ടേ? അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് കൂടി താങ്കൾ ശ്രദ്ധിക്കണം. ആരുണ്ട്? പറയൂ, അങ്ങ് പറയൂ. ജനൻജീവിയുടെ എഡിറ്റോറിയൽ ബോർഡിൽ ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചതല്ലേ ശ്രീ വസന്ത് തെങ്ങുംപള്ളി. നേരത്തെയുള്ള പ്രൊവിഷൻ അനുസരിച്ച് all members had to be Muslims including 2 women ആയിരുന്നല്ലോ. അവിടെ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് താങ്കളുടെ കയ്യിലും കാണുമല്ലോ ആ ബില്ലിന്റെയൊക്കെ വസ്തുത. ഇൻക്ലൂഡ്സ് 2 നോൺ മുസ്ലിംസ് MPs, ഫോമർ ജഡ്ജസ്, എമിനന്റ് പേഴ്സൺസ്, നീഡ് നോട്ട് ബി മുസ്ലിംസ്. ദ ഫോളോയിങ് മെമ്പേഴ്സ് മസ്റ്റ് ബി മുസ്ലിംസ്. റെപ്രസെന്റേറ്റീവ്സ് ഓഫ് മുസ്ലിം ഓർഗനൈസേഷൻ ഉണ്ട്. സ്കോളേഴ്സ് ഇൻ ഇസ്ലാമിക് ലോ ഉണ്ട്. ചെയർപേഴ്സൺ ഓഫ് വഖഫ് ബോർഡ്സ് ഉണ്ട്. മുസ്ലിം മെമ്പേഴ്സ് ഉണ്ട്. 2 members must be women. അതിൽ 2 സ്ത്രീകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇതിൽ എവിടെയാണ് അവ്യക്തത, അല്ലെങ്കിൽ എവിടെയാണ് മാറ്റി നിർത്തപ്പെടുന്നത്? ഞാൻ വായിക്കുന്നത് 2013 ബില്ലല്ലോ അങ്ങ് വായിക്കുന്നത്. അങ്ങ് പുതിയ ബില്ലാണ് വായിക്കുന്നത്. 2013 വളരെ കൃത്യമായി പറഞ്ഞത് there should be a minimum of 2 lady members. വസന്ത് തെങ്ങുംപള്ളി പ്ലീസ് അവിടെ മുസ്ലിം സ്ത്രീകളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യത്തിലാണ്. അത് മുനമ്പുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല, കേരളത്തിലെ വിഷയവുമായിട്ട് ബന്ധമില്ല. ഓരോന്നിനും താങ്കൾ വിഷയത്തിലേക്ക് വരും. ചോദിക്കട്ടെ, വസന്ത് തെങ്ങുംപള്ളി, നമ്മൾ കുറച്ചു നേരമായി നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട്. താങ്കൾക്ക് അത് നന്നായിട്ട് അറിയാം. നമുക്ക് ശരി ഇഴകേറി പരിശോധിക്കാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇഴകേറി പരിശോധിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ വഖഫ് നിയമ ഭേദഗതി ബില്ലും മുനമ്പത്തിന്റെ പരിധിയിൽ വരാത്തത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മുനമ്പം വഖഫ് നിയമ ഭേദഗതി ബില്ലും രണ്ടും രണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം അതിൽ നിന്ന് നമുക്ക് തുടങ്ങാമല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മുനമ്പമാണ് ഈ ബില്ലിന്റെ ഏറ്റവും എൻഡ് പ്രൊഡക്റ്റ് എന്ന് കിരൺ റിജിജുവോ അല്ലെങ്കിൽ നിങ്ങളുടെ നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദിയോ അമിത്ഷായോ പറഞ്ഞു? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു വന്ന നേട്ടങ്ങളാണ്. വസന്ത് തെങ്ങുംപള്ളി, നമ്മുടെ പ്രദേശം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ആൾക്കാർ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പവും ചെറായിയും മലപ്പുറവും കോഴിക്കോടും ഒക്കെ ചർച്ച ചെയ്യുന്നത്. ആയിരക്കണക്കിന് ഇതിനിരയായവരുണ്ട് രാജ്യത്തിനകത്ത്. നമുക്കറിയാം, തിരുച്ചുന്തറയിൽ തുടങ്ങി നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തുടങ്ങി എവിടെയൊക്കെയാണ് എന്നുള്ളത് അറിയാം. എന്തിനാ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കെട്ടിടങ്ങൾ പോലും വഖഫ് ബോർഡിന്റെ അധീനതയിലാണ്, വഖഫ് ബോർഡിന്റെ കീഴിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നതാണ് ചർച്ചയിൽ. എന്തായാലും താങ്കളിലേക്ക് എത്താം. ഒരുപാട് സമയം അതിക്രമിച്ചതുകൊണ്ടാണ് ശ്രീ യുവരാജ് ഗോകുലിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, രാജ്യസഭയിൽ ഇപ്പോൾ
വഖഫ് നിയമ ഭേദഗതി മേലിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. നിയമമാകാൻ ഇനി ഏതാനും കടമ്പകൾ മാത്രമേ ബാക്കിയുള്ളൂ. ചർച്ച പൂർത്തിയായി കഴിയുകയാണെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടും. എന്തായാലും എത്രത്തോളം ശുഭപ്രതീക്ഷകളാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ ഉണ്ടാകുന്നത്? ഇത് സംഘപരിവാർ അജണ്ട എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാനും സാധിക്കും? അല്ല രോഹിണി, ഇതിനകത്ത് സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാരത്തിന് ഒരു അജണ്ടയേ ഉള്ളൂ. രാജ്യത്ത് നീതിയും ന്യായവും ധർമ്മവും നടപ്പിലാകണം എന്നുള്ളതാണ് സംഘപരിവാർ അജണ്ട. ആ അജണ്ട തീർച്ചയായിട്ടും ഞങ്ങൾ നമ്മുടെ അധികാരമുള്ള കേന്ദ്രങ്ങളിലൂടെ നിയമനിർമ്മാണങ്ങളിലൂടെ തീർച്ചയായിട്ടും നടത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനെ ഇപ്പോൾ മറികടന്ന് നമ്മൾ പോകേണ്ട കാര്യമില്ല. സംഘപരിവാർ അജണ്ട തന്നെയാണ് രാജ്യത്ത് സമത്വം ഉണ്ടാവുക, നീതി ഉണ്ടാവുക, ന്യായം ഉണ്ടാവുക, ധർമ്മം നടപ്പിലാവുക എന്നുള്ളത് നടപ്പിലാവുക തന്നെ ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ബില്ല് ഇപ്പോൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ലോക്സഭ ചർച്ച ചെയ്തു, ലോക്സഭ പാസ്സാകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ അത് രാജ്യസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആ ചർച്ചകളിൽ നിന്ന് വഴിതിരിച്ച് വിട്ട് മറ്റ് പല വഴിക്കും പോകാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ശ്രമമുണ്ട്. അവർ സിനിമാ കഥകൾ വരെ അകത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം, രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സംസാരിക്കാൻ തയ്യാറാകാത്തത് എന്നാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വരുന്നതിനിടയ്ക്ക് ഇനിയിപ്പോൾ രാജ്യസഭയിൽ സംസാരിച്ചോ എന്ന് എനിക്കറിയില്ല. പ്രിയങ്ക ഗാന്ധിയെ വോട്ട് ചെയ്യാൻ പോലും കണ്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്താണ് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ എന്നുള്ള നിലയിൽ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹിന്ദു സംഘടനകളാകട്ടെ, ഹിന്ദു വിഭാഗമാകട്ടെ, അതുപോലെ തന്നെ KCBC ഒന്നടങ്കം ക്രിസ്ത്യൻ അസോസിയേഷൻസും അവർ ഉൾപ്പെടെ സംഘടനകളും ഔദ്യോഗികമായിട്ട് തന്നെ ഒരു നിലപാട് കൃത്യമായിട്ടും കേരളത്തിലുള്ള 20 MP-മാരും എടുക്കണം എന്ന് 20 MP-മാരോടും ആവശ്യപ്പെട്ടിട്ടും അതിനകത്തുള്ള 19 MP-മാരും ആ ആവശ്യത്തിന് തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ജയിച്ച് അവിടെ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം പൊതുജനത്തിനോട് പറയുവാൻ വേണ്ടിയിട്ട് ഈ 19 MP-മാരും ബാധ്യസ്ഥരാണ്. നിങ്ങൾ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരെ, നിങ്ങളുടെ മണ്ഡലത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും റെപ്രസെന്റ് ചെയ്താണ് അവിടെ പോയി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിലെ നിങ്ങളുടെ മണ്ഡലത്തിലെ ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. കേരളത്തിലെ ഇത്രയധികം സാമുദായിക സംഘടനകൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം ഇരകൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാവാതെ നിങ്ങൾ വേട്ടക്കാർക്കൊപ്പം മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. മുത്തലാഖ് വിഷയത്തിൽ നിങ്ങൾ ഇരയ്ക്കൊപ്പമായിരുന്നോ വേട്ടക്കാരനൊപ്പമായിരുന്നോ? നിങ്ങൾ വേട്ടക്കാരനൊപ്പമായിരുന്നു. ഇത്തരത്തിലുള്ള എന്ത് വിഷയം എടുത്ത് മുമ്പിലോട്ട് വെച്ചിരുന്നാലും ശരി തന്നെയാണ്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആൾക്കാർക്ക്, മുസ്ലിം സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ കുറച്ചു നേരത്തെ വസന്ത തെങ്ങുംപള്ളി മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ചിട്ടൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു. വഖഫ് ബോർഡിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. യൂണിഫോം സിവിൽ കോഡിൽ എന്താണ് സാറേ നിങ്ങളുടെ നിലപാട്? ഒന്ന് വ്യക്തമാക്കാമോ? യൂണിഫോം സിവിൽ കോഡിലെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന്? മുസ്ലിം സ്ത്രീകൾക്ക് കൃത്യമായിട്ട് സ്വത്തവകാശം എല്ലാവർക്കും കിട്ടുന്നത് പോലെ തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാവുമ്പോൾ ഉണ്ടാകുന്നത്. മുത്തലാഖിൽ എന്താണ് സാറേ നിങ്ങളുടെ വിഷയം? നിങ്ങൾ മുസ്ലിം സ്ത്രീകൾക്കൊപ്പമാണോ അതോ മുസ്ലിം പുരുഷന്റെ ഒപ്പം മാത്രമാണോ നിങ്ങൾ നിൽക്കുന്നത്? മുസ്ലിം പുരുഷന്റെ ഒപ്പമൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള മുസ്ലിം പുരുഷന്റെ ഒപ്പം മാത്രമാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് അറ്റ്ലീസ്റ്റ് ടു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ നമ്മുടെ 2020 താങ്കൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 എന്ന് തന്നെയാണ് പുതിയ 2024 അമെൻമെന്റ് ബില്ലിനകത്ത് കിടക്കുന്നത്. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അറിയില്ലേ എന്താണെന്ന്? ഏറ്റവും കുറഞ്ഞത് 2 എന്നാണ്. അതായത് 2-ന് മുകളിലേക്ക് ഉണ്ടാകാം എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ. അറ്റ്ലീസ്റ്റ് 2 വുമൺ മെമ്പേഴ്സ് എങ്കിലും അതിനകത്ത് ഉണ്ടാകണമെന്നാണ് 2024 അമെൻമെന്റ് ബില്ലിൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റിൽ എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്. മുനമ്പം ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് അങ്ങേക്ക് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കൾ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മുനമ്പം ഇതിനകത്ത് ബാധകമാവില്ല, മുൻകാല പ്രാബല്യം എന്നൊക്കെ പറയുന്നുണ്ട്. സാറേ, ആ അമെൻമെന്റ് ബില്ലെടുത്ത് വായിച്ചു തുടങ്ങുമ്പോൾ സെക്ഷൻ 1 കഴിഞ്ഞിട്ട് സെക്ഷൻ 2 വരുന്നുണ്ട്. സെക്ഷൻ 2-നകത്ത് കൃത്യമായിട്ട് അമെൻമെന്റിനകത്ത് എങ്ങനെയാണ് അത് മുനമ്പത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരമാകുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്.
പിന്നെ അങ്ങ് പറഞ്ഞു കിരൺ റിജിജുജി പറഞ്ഞില്ല, അമിത്ഷാജി മുനമ്പത്തിനെ കുറിച്ച് പറഞ്ഞില്ല, അത് മുനമ്പത്തിന് ബാധകമാവുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലെ കിരൺ റിജിജുജി പാർലമെന്റിനകത്ത് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞ ഒരു വിഷയമാണ് മുനമ്പത്തെ വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ വിഷയത്തിന് കൂടി പരിഹാരം കണ്ടെത്തുന്നു എന്ന് ബില്ല് കൊണ്ടുവന്നവർക്കും ബില്ല് ഇന്നലെ ലോക്സഭയിൽ പാസ്സാക്കിയവർക്കും ബില്ല് കുറച്ച് നേരങ്ങൾക്കകത്ത് രാജ്യസഭയിൽ പാസ്സാക്കാൻ പോകുന്നവർക്കും നല്ല ധാരണയുണ്ട്. ഈ കൊണ്ടുവരുന്ന ബില്ല് മുനമ്പത്തിനുൾപ്പെടെ വളരെ കൃത്യമായിട്ട് ഫലവത്താകുമെന്നും നിങ്ങളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വേട്ടക്കാരുണ്ടല്ലോ, നിങ്ങളിപ്പോ ആ ഏത് വേട്ടക്കാർക്കൊപ്പമാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ വേട്ടക്കാരെ അവിടെ നിന്ന് തുരുത്തിയെടുത്ത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ അറബിക്കടലിൽ കൊണ്ട് തള്ളുമെന്നും ആ 600 കുടുംബങ്ങൾക്കും, അവരേത് മതത്തിൽ പെടുന്നവരെന്നുള്ളതല്ല, ആ 600 കുടുംബങ്ങൾക്കും നീതി ലഭ്യമാകും എന്നുമുള്ള കാര്യം നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. 1, 2, 3 മണിക്കൂറുകൾ കൂടി മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടുന്നതായിട്ടുള്ള സാഹചര്യമുള്ളൂ. വലിയ ശുഭപ്രതീക്ഷയിലേക്ക് തന്നെയാണ് പോകുന്നത്. 2013-ലും 95-ലുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളോട് നടത്തിയിരിക്കുന്ന ഒരു കൊടും ചതി, അതായത് ആരുടെ ഭൂമിയും ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ബോർഡിന് ഇത് ഞങ്ങളുടെ മതത്തിന് വാക്കാൽ തന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അവരുടെ ബോർഡിന്റെ പേരിലേക്ക് എഴുതി ചേർക്കുവാൻ കഴിയുന്നിട്ടുള്ള കിരൺ റിജിജു പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രാക്കോണിയൻ നിയമം, ആ നിയമം അറബിക്കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന്റെ നിലവിളികളും കരച്ചിലും ഒക്കെ ഉയരുന്നത് ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾ സാധാരണ NDA എന്നോ ദേശീയ ജനാധിപത്യ സഖ്യം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് പറയുവാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ INDIയുടെ മലയാളം ട്രാൻസ്ലേഷൻ എടുത്തിട്ട് ആ ഒരു സഖ്യം എന്ന് പറയുക, അല്ലാന്നുണ്ടെങ്കിൽ INDIA എന്ന് പറയാം. ഞങ്ങൾ NDA എന്നാണ് പറയുന്നത്, അല്ലാണ്ട് എന്താണ് അതിനെ നമ്മൾ ഇൻഡ എന്നൊന്നും അല്ല വായിച്ചുകൊണ്ട് കിടക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ INDIA എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നുകിൽ അതിന് INDIA എന്ന് പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. IA എന്ന് പറയാൻ യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട. നിങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മുന്നണിയുടെ പേര് കേൾക്കുമ്പോൾ നാട്ടുകാർ തന്നെ അയ്യേ എന്ന് പറഞ്ഞോളും. അപ്പൊ ഒന്നെങ്കിൽ INDIA എന്ന് പറയുക, അല്ലാണ്ട് മറ്റേ വീട്ടിലെ പട്ടിക്ക് ടൈഗർ എന്ന് പേരിട്ടിട്ട് ഞാൻ കടുവയെ വളർത്തുന്നു എന്ന് പറയുന്നത് പോലെ ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ ഇന്ത്യ എന്ന് പേരിട്ടു, അതുകൊണ്ട് ഇനിയിപ്പോ ഇന്ത്യ അഗേൻസ്റ്റ് മറ്റത് ഇതൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. തെങ്ങുംപള്ളി ഇങ്ങോട്ട് എടുത്തോണ്ട് വരണ്ട. നീ പിന്നെ ഈ പോയാൽ നിങ്ങളുടെ സർക്കാർ താഴെ പോകും. ഈ ആപ്കി ബാർ ചാക്സോ പാർ എവിടെ പോയി? അതാണോ നിങ്ങളുടെ കടുവ? ആപ്കി ബാർ ചാക്സോ പാർ പറഞ്ഞ കടുവ ഇപ്പൊ പൂച്ചയായി പോ. നിതീഷ് കുമാറിന്റെ അടുക്കളപ്പുറത്ത് പോയി സാങ്ഷൻ മേടിക്കണം. ശരി, അതെ 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 തെങ്ങുംപള്ളി ഞങ്ങളുടെ അബ്കി ബാർ ചാസോ പാറ് ഇപ്പൊ എന്താണ് പൂച്ചയായി പോയി. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ 35 വർഷത്തിനിടയില് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സർക്കാർ സ്വപ്നം പോലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? 240 എന്ന് പറയുന്ന സീറ്റ് ഞങ്ങൾ പൂച്ചയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്താണ് എലിയെങ്കിലും വിളിക്കാൻ കഴിയോ? നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നമ്മുടെ ഈ ബാത്റൂമിലും അവിടെ ഇവിടെ ഓടിക്കൊണ്ട് നടക്കൂലേ വെറും പാറ്റ കൂറ എന്ന് നമ്മുടെ മലപ്പുറം ഭാഗത്ത് പറയും, മലബാർ ഭാഗത്ത് കൂറ എന്ന് പറയും. കൂറയാണ് നിങ്ങളുടെ പാർട്ടി എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ 35 വർഷത്തിനിടയില് ഒരു തവണ പോലും ഞങ്ങൾ ഇപ്പോ നിൽക്കുന്ന 240 എന്ന് പറയുന്ന ഒരു സീറ്റിലേക്ക് നോക്കാൻ പോലും ശേഷിയുള്ള ഒരു കൂറ മുന്നണിയാണ് നിങ്ങളുടേത്. അപ്പൊ ആ മുന്നണിയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ട യാതൊരു കാര്യവും ഇല്ല. സാധ്യമാ പോയിട്ട് സ്വന്തം നിലയ്ക്ക് ഒരു 3 സീറ്റെങ്കിലും ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോന്ന് നോക്കൂ. താങ്കള് കഷ്ടപ്പെട്ട് കരഞ്ഞു മുറുകയാണ് ഇത്തവണയെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾക്ക് കിട്ടിയത്. ആ പ്രതിപക്ഷ നേതാവ് ഒരു നിർഗുണ പരബ്രഹ്മമാക്കിയിട്ട് നാട്ടിലുള്ള മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യം വളരെ ശക്തമായിട്ടുള്ള ഒരു വഖഫ് ബില്ലിനെ പോലെ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് പാർലമെന്റിനകത്ത് ഇരുന്ന് ഉറങ്ങി ആ പരിസരത്ത് എങ്ങ് സംസാരിക്കാൻ പോലും കാണാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ എടുത്ത് മുമ്പിലോട്ട് വെച്ചിരിക്കുന്നത് 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ സോ കോൾഡ് കൂറ മുന്നണിയെ 7 വയലത്ത് കാണില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പറ്റിയോ? നിതീഷ് കുമാർ കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പോയി 100 സീറ്റെങ്കിലും ജയിക്കും. മാഷേ ആദ്യം പോയി 100 സീറ്റെങ്കിലും പിന്നല്ലേ 240. ആദ്യം പോയി 100 സീറ്റെങ്കിലും ജയിക്കും. മാഷേ ചുമ്മാ ഒരു കുഴിയാന മുന്നണി എടുത്തോണ്ട് വന്നിട്ട് കൊമ്പനാനെ നോക്കി വെല്ലുവിളിക്കും. ശരി ശരി, നമുക്ക് ചർച്ചയിലേക്ക് എത്താം. TDPയോട് പോയി ചോദിക്കുക,
നിരീക്ഷകനായ ശ്രീ ബി എൻ ഹസ്കർ കൂടി ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ ബി എൻ ഹസ്കർ, ഞങ്ങളെ പഠിപ്പിക്കുന്നോ? വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. നമുക്ക് എത്താം മറ്റു അതിഥികളിലേക്ക് എത്താം. ശ്രീ ബി എൻ ഹസ്കർ, പക്ഷേ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ പോലും ഒരു ഒത്തൊരുമ ഈ കാര്യത്തിൽ കാണുന്നില്ലല്ലോ. കാരണം വളരെ വ്യക്തമാകുന്ന ഒന്ന് രണ്ട് ഘടകങ്ങൾ. രാഹുൽ പ്രസംഗിച്ചില്ല, ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നുള്ളത്, അതിനെ ജോൺ ബ്രിട്ടാസ് തന്നെ വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെ നിലപാടും വ്യക്തമാണ്. എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷം? അല്ല രോഹിണി, ഇതില് ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത് രാജ്യത്തൊരു നിയമം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ നിയമം ഏതോ വലിയ തോതിൽ ഒരു രാജ്യത്തെ ആകമാനം അപകടത്തിൽപ്പെടുന്ന മറ്റൊരു നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് വന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നിയമം ഇപ്പൊ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. ഈ നിയമം അവതരിപ്പിക്കപ്പെടുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് 8,72,000 വരുന്ന വഖഫ് പ്രോപ്പർട്ടികളിന്മേൽ കണ്ണുവെച്ച് നടത്തുന്ന ഒരു വലിയ നിയമമാണ്. ഇതിന്റെ ചരിത്രം തുടങ്ങുന്നത് 2018 SB ഗാർഗിനെ ഒരു കമ്മീഷനായിട്ട് ഡൽഹിയിൽ നിയമിക്കുകയും 20,000 കോടി രൂപ വില വരുന്ന വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്തുക്കളാണെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഈ നിയമം ഇപ്പോ രാജ്യത്ത് അവതരിപ്പിക്കുന്നത്. ഈ 8,72,000 വസ്തുവകകൾ ഉണ്ടെങ്കിൽ പോലും 8 ലക്ഷത്തോളം ഏക്കറുകൾ വസ്തു ഈ ഒരു വഖഫിന്റെ ഇതായിട്ട് വഖഫ് ബോർഡിന്റെ കീഴിലുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈകാര്യം ചെയ്യുന്ന ഒരു സമിതി അല്ലെങ്കിൽ ഒരു ബോർഡ് എന്ന് പറയുന്നത് വഖഫ് ബോർഡാണ് എന്നുള്ള വസ്തുത കൂടി നാം പറഞ്ഞു. ഈ വഖഫ് ബോർഡ് ഇനി ലഭിച്ചിട്ടുള്ള ഈ ഭൂമികളെല്ലാം ഏതെങ്കിലും ആളുകൾ കയ്യേറ്റം ചെയ്ത് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ള വസ്തുതയാണ്. രാജ്യത്ത് വിവിധ ഘട്ടങ്ങളിലായി രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികളും പ്രഭുക്കന്മാരും മുസ്ലിം ആയിട്ടുള്ള ആളുകൾ സംഭാവന നൽകിയിട്ടുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഞാൻ ഈ വിവിധ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ധരിക്കരുത് ഇത് അന്ന് കാലത്ത് കൊടുത്തിരുന്നത് അലഞ്ഞു തിരിയുന്ന മൃഗങ്ങൾക്ക് വരെ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടുള്ള ഭൂമിയുണ്ട്. യാത്രക്കാരുടെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമികൾ രാജ്യത്തുണ്ട്. അപ്പൊ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുവകകളാണ് വഖഫ് ബോർഡിൻ്റെതായിട്ടുള്ളത്. എന്നിരുന്നാലും ഇപ്പൊ BJP പറയുന്നത് പോലെ ഈ വസ്തുവകകളിൽ നിന്ന് വഖഫ് ബോർഡിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് പ്രതിവർഷം 200 കോടി രൂപ മാത്രമാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ കൃത്യമായ ഒരു വിവരം പറയുന്നു. 8 ലക്ഷം ഏക്കറോളം ഭൂമി വഖഫ് ബോർഡിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ പോലും അതിൽ എത്രയോ അധികം ഭൂമി എൻക്രോച്ച്മെന്റ് നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡൽഹിയിൽ തന്നെ നിരവധി നക്ഷത്ര ഹോട്ടലുകൾ വഖഫ് ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന വസ്തുതകൾ പോലും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ രാജ്യത്ത് പുറത്തു വന്നതാണ്. അതിനെ തുടർന്ന് 1995-ലും 2013-ലും വഖഫ് ബോർഡിന് വിശാല അധികാരവും സ്വയംഭരണാവകാശം നൽകിക്കൊണ്ടൊരു നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത്. ആ സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞുകൊണ്ടാണ് പുതിയ നിയമം അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഏറ്റവും പരമപ്രധാനമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയും സംഘപരിവാറും ചില ക്രിസ്ത്യൻ സംഘടനകളും ആരംഭിക്കുന്നതും ശ്രീ ഹസ്കർ, ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നതിലല്ലേ അമെൻമെന്റ് വരുന്നത്? ഇതില് ഏറ്റവും പരമപ്രധാന ഒരു നിയമം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. വഖഫ് സ്വത്തുക്കൾ ആരും അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ തന്നെ വഖഫ് സ്വത്തുക്കളായി തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാൾക്കെതിരെ തങ്ങളുടെ ഭൂമി കൈവശം വെച്ചു എന്ന് വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാൾക്കെതിരെ നമുക്കറിയാം ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് വരെ കടക്കാൻ സാധിക്കുന്നു. ട്രൈബ്യൂണലാണ് അന്തിമമായി വിധിക്കുന്നത്. അതിനൊക്കെ എതിരെ ഒരു ജുഡീഷ്യൽ സംവിധാനത്തിലേക്ക്, ഹൈക്കോടതിയിലേക്ക് വരെ അപ്പീൽ പോകാമെന്നുള്ളൊരു സംവിധാനം വരുന്നു. അവിടെയൊക്കെ എങ്ങനെയാണ് ഇതിനെ താറടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിലവിലുള്ള വഖഫ് ബോർഡിനെയൊക്കെ ദുർബലപ്പെടുത്തുന്ന തരത്തിലെന്ന് പറയാൻ സാധിക്കുക? അല്ല, ഒന്ന് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അക്ബർ ചക്രവർത്തിയോ ഷാജഹാൻ ചക്രവർത്തിയോ ഏതെങ്കിലും വസ്തുവകകൾ വഖഫ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. നിരവധി വസ്തുക്കൾ അവർ വഖഫ് ചെയ്തിട്ടുണ്ട്. ആ വസ്തുവകകളുടെ രേഖകൾ നാളെ ഇപ്പോ ഡെസിഗ്നേറ്റഡ് ഓഫീസറായി 2024 അമെൻമെന്റ് നിയമപ്രകാരം വന്നിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ഓഫീസർ വിളിച്ചു വരുത്തിയിട്ട് അതിന്റെ രേഖകൾ ആവശ്യപ്പെടാൻ പറഞ്ഞാൽ ആ രേഖകൾ ഹാജരാക്കാൻ കഴിയുന്നതായിരിക്കുമോ എന്ന സാമാന്യ യുക്തിയുടെ ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്.
ആ രേഖകളൊന്നും ഹാജരാക്കാൻ കഴിയില്ല. അത് വളരെ കൃത്യമായി അറിയാവുന്നവരാണ് ഈ നിയമം തയ്യാറാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഹാജരാക്കാൻ കഴിയാതിരിക്കുന്ന വസ്തുതകൾ സർക്കാരിലേക്ക് കണ്ടുകിട്ടുന്നതിന് ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അധികാരപ്പെടുത്തിക്കൊണ്ടാണ് നിയമം വരുന്നത്. ഇതാണ് ഈ നിയമത്തിലെ ഏറ്റവും വലിയ കൗശലം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടേതായിട്ടുള്ള, മുസ്ലിങ്ങൾ സംഭാവന നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എൻഡോമെന്റ് ചെയ്തിട്ടുള്ള വസ്തുവകകൾ പിടിച്ചെടുക്കുക എന്ന ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ നിയമത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നിയമത്തിന് രാജ്യത്ത് ഈ നിയമം നടപ്പിലാക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ 14, 15, 25, 26 ആർട്ടിക്കിളുടെ കൃത്യമായ ലംഘനമുണ്ട് എന്ന് പറയുമ്പോൾ ആ ലംഘനങ്ങളെ സംബന്ധിച്ച് തുടർ നിയമവഴികളുടെ സാധ്യതകളാണ് തുടരുന്നത്. അതാണ് അവിടെ നിൽക്കട്ടെ. അപ്പോ ഇത് നിയമം അവതരിപ്പിക്കുക എന്നത് വളരെ കൃത്യമായ രാജ്യത്തെ മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുകയും രാജ്യത്തൊരു ധ്രുവീകരണത്തിന്റെ സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശമാണ് BJPക്കും സംഘപരിവാറിനുള്ളത്. അല്ലാതെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നിയമം നമുക്ക് ഒരു പുരോഗമന സമൂഹം എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കും. ഒരു നിയമം അപരിഷ്കൃതവും കാടത്തവും തെരഞ്ഞൊരു നിയമമാണെങ്കിൽ ആ നിയമം കാലാനുസൃതമായി മാറ്റം വരുത്തേണ്ടതും പാർലമെന്റിന്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ നിയമസഭകളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ സ്വാഭാവികമായും അത് നിയമം ഒരുപക്ഷെ അമെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെടേണ്ടത് ആരാണ്? ആ നിയമത്തിൻ്റെതായ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഇവിടെ നിയമത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ നൽകിയിട്ടുള്ളതാണ് വഖഫ് സ്വത്തുക്കൾ. അപ്പൊ ആ വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് കാലാനുസൃതമായി മാറ്റം വരുത്തണമെന്ന് ഒന്നാമതായി ആവശ്യപ്പെടാനുള്ള അവകാശം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കാണ്. അതിന് വഖഫ് സ്വത്തുക്കളും വഖഫ് ആസ്തികളും ഒക്കെ പരിശോധിക്കാൻ, അത് അനുസരിച്ച് വഖഫ് സ്വത്തുക്കളുടെ ഒരു ജുഡീഷ്യൽ സൂക്ഷ്മ പരിശോധന കൂടി അനുവദിക്കുന്നുണ്ടല്ലോ ഈ ഭേദഗതിയിൽ. അല്ലെ, അതിന് രാജ്യത്ത് ഇത് ഇപ്പോൾ ഈ ഭേദഗതിയാണ് ഇത് അങ്ങേയറ്റം ക്രൂരതമാക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 95-ലെ ആ വഖഫ് ആക്ടിനെ 2013-ൽ UPA സർക്കാർ നടത്തിയ ഒരു ഭേദഗതി എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ആ ഭേദഗതിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അവിടെയല്ലേ വഖഫ് ബോർഡിന് പരമാധികാരം നൽകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ആ ഭേദഗതി അനുസരിച്ചല്ലേ ഈ ഭൂമി കയ്യേറ്റക്കാർ എന്ന് വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഈ ക്രിമിനൽ പ്രോസിക്യൂഷൻ ഉള്ള നടപടിയൊക്കെ വരുന്നത്? അതെല്ലാം ഏകപക്ഷീയമായല്ലേ? അപ്പോൾ ആ 2013-ലെ ഭേദഗതി സ്വാഗതാർഹം. എന്നാൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള 2024-ലെ ഭേദഗതി ക്രൂരത നിറഞ്ഞത് എന്നെങ്ങനെ പറയാൻ കഴിയും? അങ്ങനല്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിന് ഏറ്റവും പരമപ്രധാനവും ഉപോത്ബലകമായി വരുന്നത്. 95-ലും 2013-ലെയും ഭേദഗതികൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ ശുപാർശകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. രാജ്യത്ത് വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ട് എൻക്രോച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നിയമ ഭേദഗതിയെ സംബന്ധിച്ച് UPA ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം. അത് ആ കാലഘട്ടത്തിന്റെയും നഷ്ടപ്പെട്ടു പോയ വഖഫ് സ്വത്തുകൾ തിരിച്ചുപിടിക്കുക, അതിന് അധികാരം വഖഫ് ബോർഡിന് നൽകുകയും അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ചലഞ്ചസുകൾ വഖഫ് ട്രിബ്യൂണലുകളിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ട്രിബ്യൂണൽ അല്ല. അതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ സ്വാഗതാർഹമായിട്ടുള്ള ഒരു ഭേദഗതി ഈ നിയമത്തിലൂടെ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അതില് മുസ്ലിം പണ്ഡിതനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു തരത്തിലുള്ള ആളുകളെ നിയമിക്കുന്നതിനുള്ള സ്വാധീനം സർക്കാരിനെ ചുമതലപ്പെടുത്തുന്നത് സ്വാഗതാർഹം തന്നെയാണ്. 1. 2, ഇതിൽ അപ്പീൽ ക്ലോസിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ അപ്പീലുകൾ ഹൈക്കോടതിക്ക് മുന്നിൽ എത്താൻ കഴിയുമായിരുന്നുള്ളൂ. അതിനു പകരം അപ്പീൽ, ഡയറക്റ്റ് അപ്പീൽ, സെക്കൻഡ് അപ്പീലിന് ഒരു സാധ്യത ഈ നിയമത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിയമം സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒരു വിഷയം വന്നാൽ, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നാൽ ആ വിഷയത്തെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിന് ഹൈക്കോടതിക്ക് കൂടി വിശിഷ്യ അധികാരം നൽകുന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ്. കാരണം എപ്പോഴും ഒരു വിഷയം സംബന്ധിച്ച് ജുഡീഷ്യൽ റിവ്യൂ അനിവാര്യമാണ്. അത്തരത്തിൽ അതിനെ കാണാം. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. 2A ഇൻസർട്ട് ചെയ്തു, അതുകൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. മുനമ്പം പ്രശ്നം ഈ സെക്ഷൻ 2A ഇൻസർഷൻ കൊണ്ട് ഒരു കാരണവശാൽ പരിഹരിക്കാൻ പോകുന്നില്ല. അത് ട്രസ്റ്റിന്റെ മുൻകാല പ്രാബല്യത്തിൽ ട്രസ്റ്റുകൾ നടത്തിയിട്ടുള്ള കരാറുകളെയും അല്ലെങ്കിൽ ട്രസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഇടപാടുകളെയും സംബന്ധിച്ചാണ് എന്ന് ട്രസ്റ്റ് എന്ന വാക്ക് അതിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ന് പാവം മുനമ്പം നിവാസികളെയും ക്രിസ്തീയ സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കരുത് എന്നൊരു അപേക്ഷയുള്ളൂ. ഫറൂഖ് കോളേജ്
ഫറൂഖ് കോളേജ് ട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മുനമ്പത്തിന് 1860 സൊസൈറ്റി പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഫറൂഖ് കോളേജ്. ഫറൂഖ് കോളേജ് നിലവിൽ ഒരു ട്രസ്റ്റ് തന്നെയാണ് റൺ ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്? ആ ക്ലോസിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഞാൻ ക്ലോസ് മുഴുവൻ വായിക്കുന്നില്ല, ഞാൻ വായിക്കാം. അങ്ങ് വായിച്ചില്ലെങ്കിൽ ഞാൻ വായിക്കാം. അതിൽ ഒരിടത്തും ട്രസ്റ്റ് എന്ന് പറയുമ്പോ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ഒരു നിയമത്തിൽ ആ നിയമത്തിൽ സംബന്ധിച്ച് ഡെഫിനിഷൻ ക്ലോസ് ഉണ്ടാവും. വഖഫ് ആക്ട് 1995 ഡെഫിനിഷൻ ക്ലോസിൽ ഒരിടത്തും ട്രസ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒന്ന്, ഇപ്പോ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ട്രസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ആ ട്രസ്റ്റിന്റെ ഡെഫിനിഷനെ സംബന്ധിച്ച് ചെല്ലേണ്ടത് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിലേക്കാണ്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിലേക്ക് ചെല്ലുമ്പോൾ വഖഫ് കോളേജ് ഒരു ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല. അതൊരു ചാരിറ്റി ഏജൻസി ആയിട്ടുള്ള സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഒന്നാമതായി. പക്ഷേ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ക്ലോസിൽ കൃത്യമായി അതിനുള്ളിൽ എന്ന് തന്നെയാണ് പറയുന്നത്. അത് വാട്ട് എവർ നെയിം കോൾഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വളരെ സ്പെസിഫിക് ആയിട്ട് നിയമത്തിൽ പറയുമ്പോൾ, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിൽ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്റർപ്രിട്ടേഷൻ അക്കാര്യത്തിൽ എടുക്കാൻ കഴിയില്ല. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എടുക്കാൻ കഴിയുന്നത് കോടതികൾക്ക് മാത്രമാണ്. അതവിടെ നിന്നോട്ടെ. രണ്ടാമത്തെ പ്രശ്നം, ഈ വസ്തുവകകൾ ഇപ്പൊ ട്രസ്റ്റിന്റെ കീഴിലല്ല. ഈ വസ്തുവകളെ സംബന്ധിച്ചിട്ടുള്ള തർക്കം എന്ന് പറയുന്നത് ആ വസ്തുവകകൾ വഖഫ് ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. 396 ഏക്കർ സ്ഥലം വഖഫ് ബോർഡ് അത് ഏറ്റെടുത്തു കഴിഞ്ഞു നിയമപരമായി. അതുകൊണ്ടാണ് മുനമ്പം നിവാസികൾക്ക് അവരുടെ റവന്യൂ അധികാരം ബോർഡ് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് RSSും BJPയും ദയവ് ചെയ്ത് മുനമ്പം നിവാസികളെ ഇതുകൊണ്ട് 2A ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അവരുടെ മുനമ്പം ഭൂമി 600 കുടുംബങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കരുത്. അതിനുള്ള സാധ്യത നിയമപരമായും രാഷ്ട്രീയപരമായും ഈ ക്ലോസ് നിയമമാകുന്നത്. അപ്പോൾ വഖഫ് ബോർഡിന്റെ ക്ലെയിം, അതായത് ഈ മുനമ്പം മുനമ്പം ഭൂമിയിലുള്ള വഖഫ് ബോർഡിന്റെ ക്ലെയിം അതോടുകൂടി അവസാനിക്കാനുള്ള സാധ്യത കാണുന്നു എന്ന് തന്നെയാണ് ആ ക്ലോസിന്റെ അർത്ഥം വരുന്നത്. കാരണം അവിടെ കൃത്യമായി ആ ട്രസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. അത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചാരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകൃതമായത് എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫറൂഖ് കോളേജ് നിലവിൽ ഒരു ട്രസ്റ്റ് ആണ് റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മുനമ്പത്തുകാർക്ക് അത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. നമുക്ക് എന്തായാലും കെവിൻ പീറ്ററിലേക്ക് എത്താം. ശ്രീ കെവിൻ പീറ്റർ, താങ്കൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണല്ലോ. എന്താണ് അതിലെ വസ്തുത? ഇദ്ദേഹം പറയുന്നതല്ല, ശ്രീ അസ്കർ പറയുന്നതല്ല. തീർച്ചയായിട്ടും ട്രസ്റ്റായിട്ട് തന്നെയാണ് ഫറൂഖ് കോളേജ് പ്രവർത്തിക്കുന്നത്. ഏത് വർഷം രജിസ്റ്റർ ചെയ്തു, ഏത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു അതറിയാമോ? അത് പരിശോധിക്കേണ്ടവർ പരിശോധിക്കേണ്ടവരല്ല. ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇതല്ല പറഞ്ഞതെന്ന് പറഞ്ഞു പോരുത്. 1860 ട്രാവൻകൂർ കൊച്ചിൻ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സൊസൈറ്റിയാണ് ഫറൂഖ് കോളേജ്. അതാദ്യം അതിനൊരു ബൈലോസ് ഉണ്ട്. ആ ബൈലോ പ്രകാരം മാത്രമേ ആ സൊസൈറ്റിക്ക് പ്രവർത്തിക്കാനാവൂ. അതാണ് ഫറൂഖ് കോളേജിന്റെ ഇത്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? വസ്തു ഇപ്പോ ഫറൂഖ് കോളേജിന്റെതല്ല. വസ്തു ഇപ്പോ പർച്ചേസ്, അതായത് ലീഗലി ട്രാൻസ്ഫർ ചെയ്ത് പർച്ചേസ് ചെയ്ത് മ്യൂട്ടേഷൻ എഫക്ട് ചെയ്ത ആളുകളുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അപ്പോ 2A നിങ്ങൾ പറയുന്ന നടത്തിയതല്ലേ ഹസ്കർ? അത് ട്രസ്റ്റ് വിൽപ്പന അതിന് മുമ്പത്തെ ഡോക്യുമെന്റ് എടുക്കണ്ടേ? അപ്പം അതിന് മുമ്പത്തെ ട്രസ്റ്റ് വിൽപ്പന നടത്തി എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഡോക്യുമെന്റ് ക്യാൻസൽ ചെയ്യും. അതിന് തൊട്ട് മുമ്പത്തെ ഡോക്യുമെന്റ് എടുക്കണ്ടേ? തൊട്ട് മുമ്പത്തെ ഡോക്യുമെന്റ് എന്താ? സേട്ട് നൽകിയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടിയാണ് ഫറൂഖ് കോളേജിന് നൽകിയിട്ടുള്ളത്. അപ്പൊ ആ ഡോക്യുമെന്റ് എടുക്കണം. അതിനു മുമ്പ് ഒരു പാർട്ടീഷൻ ഡീഡ് ഉണ്ട് 1946 ആ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച്. ആ പാർട്ടീഷൻ ഡീഡിൽ എന്താ പറയുന്നത്? സേട്ടിനടക്കം കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വസ്തുവകകളാണ് അത്. അപ്പോ ഈ കാര്യങ്ങൾ പരിശോധിച്ചു വരുമ്പോ നിങ്ങൾ ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അവിടെയാണല്ലോ ശ്രീ ഹസ്കർ ഒരു അവ്യക്തത നിൽക്കുന്നത്. സേട്ട് ഫറൂഖ് കോളേജിന് നൽകി കഴിഞ്ഞല്ലോ, അത് തിരികെ അവരിലേക്ക് പോകരുത് എന്ന് വഖഫ് നിയമം പറയുന്നുമുണ്ടല്ലോ. ഒരിക്കൽ നൽകിയ ദാനമായി നൽകുന്ന വസ്തു തിരികെ വരാൻ സാധ്യത ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അതിന്മേൽ അവകാശവാദം ഉന്നയിക്കുന്നത്? അല്ല, അതിന്മേൽ ഒരു അവകാശവാദവും പറയുന്നില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ മുനമ്പം നിവാസികൾ 600ഓളം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള തർക്കമാണുള്ളത്. ആ ഭൂമിയുടെ തർക്കം എന്ന് പറയുന്നത് ഈ വഖഫ് അമെന്റ്മെന്റ് ബില്ല് 2024 കൊണ്ട് സെക്ഷൻ 2A വന്നതുകൊണ്ട് പരിഹരിക്കും എന്ന് പറയുന്നതിന്റെ കാപട്യമാണ് ഞാൻ തുറന്നു കാട്ടുന്നത്.
ആ 2A വന്നുകൊണ്ട് പരിഹരിക്കില്ല. സെക്ഷൻ 40യുടെ റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ടായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. സിവിൽ നിയമങ്ങൾ ഒരു നിമിഷം ഞാനൊന്ന് വ്യക്തത വരുത്തിക്കോട്ടെ. സിവിൽ നിയമങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റും വിത്തൗട്ട് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റും ആ പാർലമെന്റിന്റെ അവതരിപ്പിക്കുന്ന നിയമത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കാണും. ഈ അമെന്റ്മെന്റ് ബില്ലിൽ ഇത്തരത്തിൽ റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷ നൽകുന്ന ഒരു മാറ്റമായിരുന്നേനെ എന്ന വസ്തുത കൂടി ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇതിൽ റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. എപ്പാർട്ട് ഫ്രം സെക്ഷൻ 2A. സെക്ഷൻ 2A എന്ന് പറയുന്നത് ട്രസ്റ്റിനെ സംബന്ധിച്ച് മുൻകാല പ്രാബല്യത്തോടു കൂടി നടത്തിയിട്ടുള്ള കൈമാറ്റങ്ങളിലെ സംബന്ധിച്ച് ഒരു സിവിൽ കോടതികളുടെയും വിധി അതിന് ബാധകമല്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ശ്രീ കെവിൻ പീറ്റർ, കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ വച്ചു പുലർത്തുന്ന ഇരട്ടത്താപ്പ് നമുക്ക് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ മനസ്സിലായതാണ്. കാരണം സമരപ്പന്തലിലെത്തി മുനമ്പത്തുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരേ സമയം നിയമസഭയിൽ വഖഫ് ബില്ലിനെതിരെ പ്രമേയം പാസാക്കുകയും അതേ നയം തന്നെ കേന്ദ്രത്തിൽ പിന്തുടരുകയും ചെയ്യുന്നു. എന്തായാലും ഈ നിയമ ഭേദഗതി ബില്ലിനെ മുനമ്പം ജനത സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർ വലിയ ആഹ്ലാദത്തിലുമാണ്, ശുഭപ്രതീക്ഷ തന്നെയാണ് വച്ചു പുലർത്തുന്നത്. ഇപ്പോഴും രാഷ്ട്രീയക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുനമ്പവും വഖഫും രണ്ടും രണ്ടാണ് എന്നുള്ളത്. എന്തായാലും താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഇതിൽ നിന്ന് മുനമ്പത്തുകാർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും സെക്ഷൻ 2 ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല, മുനമ്പത്തുകാർക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. അത് ഇപ്പോഴേ പറഞ്ഞ് അവരൊന്നുമില്ല, നിങ്ങൾ ചതിക്കപ്പെട്ടു, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന രീതിയിൽ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ ശ്രമിക്കേണ്ട. കൃത്യമായിട്ട് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് ഏത് പേരിൽ ആയാലും അത് ബാധകമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ ഇപ്പോൾ അതിന്റെ പേരിൽ സംഘപരിവാർ ചതിച്ചു, അവരുടെ ഉദ്ദേശം മറ്റതാണ്, ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാതെ യാഥാർത്ഥ്യത്തിലേക്ക് വരിക. ഇനി അവരുടെ വിഷയങ്ങളെ നിങ്ങൾക്ക് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടത് നിലവിലെ നിയമ ഭേദഗതിയിലൂടെ അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന സപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇത് വീണ്ടും ഇതിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇല്ലാത്ത നിയമ പ്രശ്നങ്ങളിൽ കുരുക്കി ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് നീക്കാതെ ഇപ്പോൾ ഉണ്ടായ നിയമഭേദം നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കുകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്തു തന്നെയായാലും മുനമ്പം ജനതയും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. വരുന്ന ആളുകൾ അത് തെളിയിക്കുന്നത് തന്നെയായിരിക്കും. ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ ഇസ്ലാം വിരുദ്ധത എന്നാണല്ലോ ആവർത്തിച്ച് പറയുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ. എങ്ങനെയാണ് അത് ഇസ്ലാം വിരുദ്ധത എന്ന്? കാരണം മുസ്ലിം സഹോദരങ്ങളും ഇതിൻ്റെ ഇരകളായിട്ടുള്ളവരുണ്ട്. അതുമാത്രമല്ല, ഇത്രയധികം 8 ലക്ഷത്തിന് ഏക്കറിന് മുകളിൽ കൈവശാവകാശം വയ്ക്കുന്ന ഈ വഖഫ് സ്വത്തുക്കൾ കൊണ്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നതായി കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രയവിക്രയങ്ങൾക്ക് ഉതകുന്ന തരത്തിലേക്ക്, സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിലേക്ക് ആ നിയമം മാറുന്നുവെങ്കിൽ അതിനെയല്ലേ സ്വാഗതം ചെയ്യേണ്ടത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്? അല്ല, അങ്ങ് ഇടയ്ക്ക് ഇടപെടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാം. ഒന്ന്, പ്രധാനപ്പെട്ട വാദം BJPയുടേത് വഖഫ് ട്രൈബ്യൂണലുകൾ മതകോടതികളായിരുന്നു, അത് എടുത്തു മാറ്റും ഈ വഖഫ് ബില്ലിലൂടെ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ എന്തുണ്ടായി? ആ വഖഫ് ട്രൈബ്യൂണലിൽ മുസ്ലിം നിയമപണ്ഡിതൻ വരുന്നു എന്നതാണ്. അപ്പോ സ്വാഭാവികമായും ട്രൈബ്യൂണലിന്റെ കാര്യത്തിൽ വലിയൊരു ചേഞ്ച് അതിന്റെ ഒരു സ്ട്രക്ചറിൽ ഉണ്ടായിട്ടില്ല ഈ ബില്ലിലൂടെ. 2, ഇന്ത്യയിലെമ്പാടും ഈ പറയുന്ന വഖഫ് ഭൂമികൾ ഒരുപാടായി അന്യാധീനപ്പെട്ടിരിക്കുന്നു, അത് അന്യാധീനമായി കൈവശപ്പെടുത്തിയിരിക്കുന്നു വഖഫ് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ബില്ലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, അത് വഖഫ് ബൈ യൂസ് എന്നാണ്. ഞാൻ പറയുന്നത് വഖഫിനെ അനുകൂലിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ ബില്ല് കൊണ്ടുവന്നതിൽ BJP അനുകൂലിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം എന്താ വെച്ചാൽ വഖഫ് ബൈ യൂസ് എന്നത് എന്ത് ചെയ്യുന്നു, ഈ ബില്ല് വ്യവസ്ഥ കൊണ്ടുവരികയാണ്. വഖഫ് ബൈ യൂസ്, അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വഖഫായ ഭൂമിയിൽ മേൽ യാതൊരു അവകാശവും മറ്റാർക്കും ഈ ബില്ലിൻ പ്രകാരം ഉണ്ടാവില്ല. ഈ ബില്ല് വളരെ കൃത്യമായി പഠിച്ചാൽ, അല്ലെങ്കിൽ മുനമ്പത്തിലെ വിഷയം പഠിക്കാൻ വേണ്ടി മാത്രം ഈ ബില്ല് പഠിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. പക്ഷെ ബില്ല് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വഖഫ് ബൈ യൂസ് അത് എന്താണ് പറയുന്നത്, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത കാര്യമായി ഈ ബില്ല് മാറ്റിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ്, ഉപയോഗത്താൽ വഖഫായതിനെ ഇനി ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഈ ബില്ല് പ്രകാരം. ഇനി 2013 കോൺഗ്രസ് ഭരണകാലത്താണ് ഞങ്ങൾ
2 വർഷത്തിനിടയിലെങ്കിലും മാക്സിമം പീരീഡ് ഓഫ് 2 years ട്രൈബ്യൂണലിന് മുമ്പിൽ വഖഫ് വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കണം. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നീട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നത് കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോൾ അത് ഈ ബില്ലിൽ അത് എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ്. അത് 2 വർഷത്തിന്റെ ടൈം പീരീഡ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ 2 വർഷം കഴിഞ്ഞാലും വഖഫ് ക്ലെയിം നടത്താം. അതുമായി ബന്ധപ്പെട്ട വിഷയം ട്രൈബ്യൂണലിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ വിഷയം മാറ്റി നിർത്തൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ ബിൽ അവതരിപ്പിക്കപ്പെട്ടത്. ദേശീയാടിസ്ഥാനത്തിൽ BJP, പ്രത്യേകിച്ച് BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇറ്റ്സെൽഫ് വളരെ കൃത്യമായി പറഞ്ഞു പോയതും ഈ പറയുന്ന കിരൺ റിജിജു വളരെ കൃത്യമായി മാധ്യമങ്ങളോട് സംസാരിച്ചതുമെല്ലാം ഞങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുന്നതിലൂടെ കാണുന്നത് ഇതിൽ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടാൻ പോകുന്നു. സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലായിരുന്നു എന്ന രീതിയിലാണ് അതിനെ പറഞ്ഞ് അവതരിപ്പിച്ചത്. പക്ഷേ ഉണ്ടായിരുന്നു എന്ന് 2013 ബില്ല് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ യുവരാജ് ഒരു ബില്ല് വായിച്ചു. അങ്ങനെയല്ല, എന്റെ കയ്യിലുള്ള ബില്ല് വളരെ കൃത്യമായി ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബില്ല് തന്നെയാണ്. അതിൽ മാക്സിമം ഓഫ് 2 എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് ശേഷം യുവരാജിന് അയച്ചു നൽകാം, അങ്ങ് വായിച്ചു നോക്കിക്കോളൂ. എന്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നാളെ ജനൻ TV ഒരു തീരുമാനമെടുക്കുകയാണ്. ഇന്നലെ വരെ ജനൻ TVയുടെ എഡിറ്റോറിയൽ ബോർഡിൽ 2 സ്ത്രീകൾ മിനിമം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ രോഹിണി നീലിമ ഉണ്ടായിരിക്കണം. 3ാമതൊരാളെ കൂടി ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ന് മുതൽ അതിൽ 2 സ്ത്രീകൾ ഉണ്ടായേ മതിയാവൂ, അല്ലെങ്കിൽ 2 സ്ത്രീകളാണ് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ രോഹിണിയും നീലിമയും മാത്രം മതി, ഒരാളുടെ ആവശ്യം ഇല്ലാതായി മാറും. അപ്പോൾ ആ പ്രശ്നം മനസ്സിലാവാൻ നിങ്ങൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്നതുകൊണ്ട് മനസ്സിലാവില്ല. ചർച്ച കാണുന്നതിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ. ഇനി മുസ്ലിം ഏതാണ് മറ്റൊരു കാര്യം, ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞത് ശ്രീ നമ്മുടെ ഹസ്കർ പറഞ്ഞതുപോലെ ഇത് ട്രസ്റ്റ് അല്ല എന്ന്, ട്രസ്റ്റ് ആണ് എന്നിരിക്കട്ടെ, ഏത് നമ്മുടെ മുനമ്പത്തെ കോളേജ്, ആ കോളേജ് ട്രസ്റ്റ് ആണെങ്കിൽ ഈ മുൻകാല പ്രാബല്യം വരുന്നതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ സ്വത്ത് മുനമ്പത്തെ ആൾക്കാരിലേക്ക് നിക്ഷിപ്തമാകുമോ ഈ നിങ്ങളുടെ സെക്ഷൻ 2A പ്രകാരം? ഇല്ല. മുൻകാല പ്രാബല്യം വരുമ്പോൾ എന്തുണ്ടാവും? വഖഫ് ഭൂമി തിരിച്ചു പോകും, റെട്രോസ്പെക്റ്റീവായി അത് തിരിച്ചു പോകും. ആരിലേക്ക് പോകും? സത്താർ സേട്ടിലേക്ക് പോകേണ്ട വരും. സത്താർ സേട്ടിന്റെ പിൻതലമുറക്കാരിലേക്ക് പോകേണ്ടതായി വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ലീഗൽ ലിറ്റിഗേഷൻ, എനിക്ക് തോന്നുന്നു ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ നമ്മൾ വളരെ വലിയ അർത്ഥത്തിൽ, ഞാനും ഭാസ്കറിനെ പോലെയുള്ള നിയമജ്ഞന്മാർ അല്ലെങ്കിൽ അഭിഭാഷകർ വലിയ കാര്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് എന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന സത്താർ സേട്ടിന്റെ പിന്തലമുറക്കാർ വേഴ്സസ് മുനമ്പൻ ജനത എന്നൊരു വലിയ കേസിലേക്ക് ഇത് പോകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ലീഗൽ ലിറ്റിഗേഷനിലേക്കാണ് വഴിവെക്കാൻ പോകുന്നത്. യാതൊരു പ്രയോജനവും ഈ ബില്ലിലൂടെ മുനമ്പൻ ജനതയ്ക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഉണ്ടാവുമെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് പറയണം. ഇനി മുനമ്പവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ട നിലപാട്. കോൺഗ്രസിന്റെ CLP ലീഡറായ ശ്രീ VD സതീശൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് മുനമ്പത്തെ പ്രോപ്പർട്ടി അത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് കോൺഗ്രസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇന്നും ശ്രീ VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായത് പറഞ്ഞു. അതിൽ 2 പ്രശ്നമാണ് കോൺഗ്രസ് കാണുന്നത്. ഒന്ന്, അത് വഖഫ് പ്രോപ്പർട്ടി ആവില്ല, കാരണം പൈസ കൊടുത്തു മേടിച്ച പ്രോപ്പർട്ടിയാണ്. സ്വാഭാവികമായും പണം കൊടുത്തു മേടിച്ച പ്രോപ്പർട്ടി അത് റീക്ലെയിം ചെയ്യുന്നത് അനിസ്ലാമികമാണ്, ഇസ്ലാമിക് നിയമപ്രകാരം അനിസ്ലാമികമാണ് എന്ന് ഏറ്റവും ആദ്യം ഇസ്ലാം സമൂഹത്തോട്, മുസ്ലിം സഹോദരങ്ങളോട് തുറന്നു പറഞ്ഞ നേതാവിന്റെ പേര് BJP നേതാക്കൾ ആരുമല്ല കേട്ടോ. അവിടെ പോയ ഒരു BJP നേതാവുമല്ല, അവിടെ പോയ ഒരു CPM നേതാവുമല്ല. അത് പറഞ്ഞത് കോൺഗ്രസ് തന്നെയാണ്, അത് പറഞ്ഞത് ശ്രീ VD സതീശനാണ്. അങ്ങനെ ചെയ്യുന്നത് അനിസ്ലാമികമാണ്, അതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ പാടില്ല. 2, അത് പണം കൊടുത്തു മേടിച്ച പ്രോപ്പർട്ടി ആകയാൽ തന്നെ അതിന് എന്താണ് ഈ പറയുന്ന സത്താർ സേട്ടും വേഴ്സസ് ഫറൂഖ് കോളേജ് വിഷയങ്ങളിലേക്ക് അവിടെ ഇപ്പോൾ താമസിക്കുന്ന മുനമ്പൻ ജനതയെ വലിച്ചിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സമരപന്തലിൽ അവരോടൊപ്പം അണിചേർന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ മൊത്ത അപ്പോസ്തലന്മാരാവാൻ വേണ്ടി സംഘപരിവാരം ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 45 എനിക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തിനുള്ളിലെങ്കിലും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ബില്ല് വന്നതോടുകൂടി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ 2-3 ദിവസം കൂടെ, ഒരാഴ്ചയും കൂടെ സമയം എടുത്തോട്ടെ, ഒരാഴ്ചയ്ക്ക് ശേഷം ശ്രീ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രിയായ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിക്കോ ഏതെങ്കിലും ഒരു BJP നേതാവിനോ മുനമ്പം സമരപന്തലിൽ എത്തിയിട്ട് ഇതാ ഈ ബില്ല് വന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് നാളെ തൊട്ട് കരമടയ്ക്കാൻ സാധിക്കും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? അവർക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾക്ക് നാളെ മുതൽ ഈ ബില്ല് സാങ്ഷനായി വരുന്ന ഡേറ്റ്
പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് കരമടയ്ക്കാൻ സാധിക്കും. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ BJPയുടെ ഇന്ന മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചെന്നാൽ മതി, അവർ പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ വസന്തകുമ്പളി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ നിയമ ഭേദഗതി ചർച്ചയ്ക്കെടുക്കുന്നതിന് മുൻപ് ക്രിസ്തീയ സഭകളടക്കം നിലവിലെ ജനപ്രതിനിധികളോട് ചില അഭ്യർത്ഥനകൾ നടത്തിയിരുന്നല്ലോ, മുനമ്പം ജനതയ്ക്ക് വേണ്ടി നിലനിൽക്കണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഇതിനെ എതിർത്തപ്പോൾ ഞങ്ങളുടെ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം എന്ന നെഞ്ചു വിരിച്ച് ഒരു വാക്കെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP പറയാത്തത്? അല്ല, വഖഫ് ബില്ലും മുനമ്പവും രണ്ട് വിഷയമായി തന്നെയാണ് കോൺഗ്രസ് ദേശീയാടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും കാണുന്നത്. അതിനോടൊപ്പം തന്നെ വഖഫിനോടൊപ്പം മുനമ്പം അല്ലാതെ തെങ്ങുംപള്ളി മുനമ്പം അല്ലാതെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫിന്റെ ഇത് നേരിടുന്ന ആൾക്കാരില്ലേ? അല്ലെന്നേ, ഞങ്ങൾ അവരുടെ വിഷയം നിങ്ങൾക്ക് വിഷയമല്ലേ? എന്റെ ശ്രീ കെവിൻ പീറ്റർ, കോൺഗ്രസ് ഈ വഖഫ് ബില്ല് അപ്പാടെ എടുത്ത് കളയണമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ JPCയുടെ മുമ്പാകെ 12 അമെന്റ്മെന്റുകളാണ് മുമ്പോട്ട് വെച്ചത്. 12 എണ്ണം, ഒരെണ്ണം പോലും അക്സെപ്റ്റ് ചെയ്തില്ല. 12 എണ്ണമാണ്. അല്ല, നിങ്ങള് കേരളത്തിലെ കാര്യം പറയൂ. അല്ല, അതിന്റെ കേരളത്തിലെ കാര്യം പറഞ്ഞത് വഖഫ് ബില്ല് എന്താ കേരളത്തിൽ മാത്രമാണോ ബാധകമാവുന്നത്? അതല്ല മുനമ്പത്തെ മാത്രം ചൂണ്ടിക്കാണെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ പ്രശ്നം നേരിടുന്നവരുണ്ടല്ലോ. കേരളത്തിലെ MP അടക്കം ചർച്ച ചെയ്തുകൊണ്ട് JPCക്ക് മുമ്പാകെ ഞങ്ങൾ വെച്ചത് 12 അമെന്റ്മെന്റുകളാണ്. അതിലൊരു 8 എണ്ണമെങ്കിലും അംഗീകരിച്ചാൽ ഞങ്ങൾ ഈ ബില്ലിനൊപ്പം ചേരാമെന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷം പറഞ്ഞതുമാണ്. ഞങ്ങളല്ലാതെ ഈ ബില്ല് അപ്പാടെ എടുത്ത് പള്ളക്കളയണമെന്ന് പറഞ്ഞവരല്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ചില അമെന്റ്മെന്റുകളുണ്ട്, ആ അമെന്റ്മെന്റുകൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഒരെണ്ണം പോലും അക്സെപ്റ്റ് ചെയ്യാൻ ആര് തയ്യാറായില്ല? കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല. 2, മുനമ്പവും ഈ പറയുന്ന വഖഫ് ബില്ലും രണ്ടാണ് എന്നാണ് ഞങ്ങൾ കാണുന്നത്. അതിനോടൊപ്പം തന്നെ മുനമ്പത്തോടൊപ്പം തന്നെയാണ് ഈ മധ്യപ്രദേശിലെ വൈദികർക്കെതിരായിട്ടുള്ള ഇന്നലെ ഉണ്ടായ ആക്രമണവും ചർച്ച ചെയ്യണം. ശരി, മുനമ്പം രണ്ടാണെങ്കിൽ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഇതിന്റെ ദുരിതം പേറുന്ന നിരവധി പേരില്ലേ? അവരോടുള്ള സമീപനം എന്താണ് കോൺഗ്രസിന്? നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടേ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ? കാരണം ഇന്ന് അത് വ്യക്തമാക്കിയിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ്. മുനമ്പം ജനതയുടെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്, ആ മുറിവ് മറക്കുന്നതല്ല എന്നുള്ളത്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും എന്നുള്ളൊരു താക്കീത് നൽകുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് ഈ സമവായത്തിലൊക്കെ പോകുന്നതിന് മുൻപ് എത്രയോ അഭികാമ്യമായിരുന്നു അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ. യുവരാജ് ഗോകുലിന് പറ്റുമോ? കെവിൻ പീറ്ററിന് പറ്റുമോ? ആരെങ്കിലും ഒരാൾക്ക് ഈ ബില്ല് വന്നതോടുകൂടി മുനമ്പം ജനതയുടെ പ്രശ്നം ഇതാ ഇങ്ങനെ തീരുന്നു എന്ന് പറയാൻ പറ്റുമോ? ശരി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ആദ്യം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ആദ്യം വെളിപ്പെടുത്തൂ. അല്ല, അത് മാത്രമല്ല, UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് മുനീർ പറഞ്ഞില്ലേ, ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരിഹരിച്ചാൽ തീരാമായിരുന്നു, സംസ്ഥാന സർക്കാരാണ് ഇതിനെ ഇത്തരത്തിൽ വഷളാക്കിയത് എന്നുള്ളത്. സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ അടക്കം നിയമിച്ചത് നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ. അപ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ എന്ത് നയമാണ് ഈ കാര്യത്തിൽ വെച്ച് പുലർത്തുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ജുഡീഷ്യൽ കമ്മീഷൻ നിയമവ്യവസ്ഥയിൽ നിയമപരമല്ല എന്ന് തന്നെ കോടതിക്ക് പറഞ്ഞ് തള്ളേണ്ടി വരുന്ന ഒരു സാഹചര്യം. വളരെ പെട്ടെന്ന് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
തിരികെ ചർച്ചയിലേക്ക് ശ്രീ യുവരാജ് ഗോകുൽ. വഖഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ BJP മുനമ്പം ജനതയ്ക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുനമ്പം ജനതയ്ക്ക് നൽകുന്ന സന്ദേശം എന്താകും? അതിലേക്ക് വരാം രോഹിണി. എനിക്ക് ഇതിനകത്ത് ഇവർ കുറച്ച് പേരിരുന്ന് രണ്ടുപേരും കൂടി ഇരുന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തുടക്കത്തിൽ വസന്ത് പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് തന്നെ വേണം. അദ്ദേഹം എന്തോ മറുപടി പറഞ്ഞിട്ട് പോകുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ മറുപടി പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികൾ പറയരുതെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ ബില്ല് ഇംഗ്ലീഷിൽ എഴുതി വിടുന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നിയമപരമായ സാധുത കുറച്ചുകൂടിയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ വഖഫ് ബൈ യൂസർ വലിയ കാര്യമായിട്ട് നടപ്പിലാക്കാൻ പോവുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ ബില്ലിൽ ഈ പറയുന്ന സെക്ഷൻ ഇപ്പോൾ 3-ാമത്തെ പേജിലാണതുള്ളത്. അവിടെ ഈ ആദ്യത്തെ വരി വായിച്ചിട്ട് പോകരുത്, അതിനെ പൂർണ്ണമായിട്ടും വായിക്കണം എന്നുള്ളതാണ്. പ്രൊവൈഡഡ് ദാറ്റ് ദി എക്സിസ്റ്റിംഗ് വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടീസ് രജിസ്റ്റേർഡ് ഓൺ ഓർ ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ദി വഖഫ് അമെൻമെന്റ് ആക്ട് 2025 ആസ് വഖഫ് ബൈ യൂസർ വിൽ റിമെയിൻ ആസ് വഖഫ് പ്രോപ്പർട്ടീസ് except that the property wholly or in part is in dispute or is a government property എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിലവിൽ വഖഫ് ബൈ യൂസർ, അതായത് ഇപ്പോൾ എന്താണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാവരും അവരുടെ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ തുടരും. അതിനകത്തൊന്നും, അതായത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കളിലേക്ക് കടന്നു കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷൻ ഇട്ടിട്ടുണ്ട്. ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത് അതായത് എന്താണ്, ഡിസ്പ്യൂട്ടുള്ള ഭൂമികൾ, വഖഫ് ബൈ യൂസറിൽ അവർ യൂസ് ചെയ്യാൻ അവർ ക്ലെയിം ഉന്നയിക്കുന്ന ഭൂമികളിൽ ഡിസ്പ്യൂട്ടുള്ള ഭൂമികൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ ഏതൊരു മുനിസിപ്പൽ ഗ്രൗണ്ടിൽ പോയിട്ട് ഞങ്ങളിത് കാലങ്ങളായിട്ട് ഈദ്ഗാഹ നിസ്കാരം നടത്തുന്ന ഗ്രൗണ്ടാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ഉന്നയിക്കുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ആ വിഷയത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ടുള്ള ഭൂമി ഒരിക്കലും വഖഫ് ബൈ യൂസറായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇവിടെ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനെടുത്ത് താങ്കൾ മറ്റെന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുകയാണ്. താങ്കൾ അത് പൂർണ്ണമായിട്ട് വായിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങ് കുറച്ച് നേരമായിട്ട് വന്ന നേരം മുതൽ അങ്ങയുടെ കയ്യിൽ ബില്ലുണ്ട്, അങ്ങ് എന്തൊക്കെയോ കണ്ടു എന്നൊക്കെയാണ് അദ്ദേഹം അങ്ങ് പറയുന്നത്. അങ്ങനെ എന്താണ്, വനിതകളുടെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിടത്തോളം വഖഫ് ഈ പറയുന്ന പ്രൊപ്പോസ്ഡ് ബില്ലിൽ 6-ാം പേജിലാണ് അങ്ങ് പറയുന്ന ഈ സാധനം ഉള്ളത്. 6-ാം പേജിൽ ഏറ്റവും താഴെയായിട്ടാണ് വരുന്നത്. അതിനകത്ത് ABCD എന്നെഴുതി വരുന്നതിനകത്ത് Gയുടെ താഴെയായിട്ടാണ് ഉള്ളത്. പ്രൊവൈഡഡ് ദാറ്റ് 2 of the members appointed under clause C shall be women എന്നുള്ളതാണ്. പ്രൊവൈഡഡ് ദ 2 of the members എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ എന്താണ്, 2 സ്ത്രീകളെ പാടുള്ളൂ, മാക്സിമം ഓഫ് 2. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. 2 പേര് സ്ത്രീകളാകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. 2 പേര് സ്ത്രീകളാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം പുരുഷന്മാരായിരിക്കണം എന്ന അർത്ഥം എന്താണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ അരിയാഹാരം കഴിക്കുന്നവർക്കായാലും ഗോതമ്പാഹാരം കഴിക്കുന്നവർക്കായാലും മനസ്സിലാക്കേണ്ടതാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡഡ് ദ 2 of the members, അതായത് 2 പേര് സ്ത്രീകളായിരിക്കണം. 2 പേര് സ്ത്രീകളായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ബാക്കി 9 പേര് പുരുഷന്മാരായിരിക്കണം എന്നല്ലല്ലോ. 3, 4, 5, 6 ഇനി വേണമെങ്കിൽ 11 വേണമെങ്കിലും സ്ത്രീകളാകുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്നാണ്. പക്ഷേ 2 സ്ത്രീകൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു വരുന്ന ഒരു കാര്യം. ഇനി ശ്രീ ഹസ്കർ ഇവിടെ ട്രസ്റ്റിന്റെ വിഷയം അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. സാർ ഇവിടെ ഒരു ബില്ല് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ആ ബില്ല് പ്രപ്പോസ് ചെയ്തിരിക്കുന്നതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, അപ്ലൈ ടു എ ട്രസ്റ്റ് ബൈ വാട്ട് എവർ നെയിം കോൾഡ്. ഇനി നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും എന്ത് വിഷയമായിരുന്നാലും ശരി തന്നെയാണ്, അത് ട്രസ്റ്റ് തന്നെയാണ്. അത് കൃത്യമായിട്ട് ആക്റ്റായിട്ട് വരുന്ന സമയത്ത് അതിനകത്ത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ ആ ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നത് തന്നെയാണ്. പിന്നെ ശ്രീ ഹസ്കറിനോട് എനിക്ക് ബഹുമാനമുണ്ട്. അങ്ങ് വളരെ ടെക്നിക്കലായിട്ട് ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചിട്ടും മുനമ്പത്തിന് ഇത് ബാധകമാകില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടും അങ്ങ് വളരെ ജെനുവിൻ ആയിട്ടുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ദയവ് ചെയ്ത് രാജ്യസഭയിലേക്കൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഹസ്കറിനെ പോലുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടേണ്ടതാണ്. അല്ലാണ്ട് ജോൺ ബ്രിട്ടാസിനെ പോലെ അവിടെ ചെന്ന് സിനിമാ കഥ പറയുന്ന ആൾക്കാരിനേക്കാളും കൂടുതൽ ഇത്തരത്തിൽ ക്ലാരിറ്റിയോടുകൂടി ജെനുവിൻ സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു വിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ CPMന്റെ MP-മാർക്കോ അല്ലെങ്കിൽ എന്താണ് കോൺഗ്രസിന്റെ MP-മാർക്കോ ഈ വിഷയം വളരെ ജെനുവിൻലി അവിടെ ഉന്നയിക്കാവുന്നതായിരുന്നു. കൃത്യമായിട്ട് മറുപടി കിരൺ റിജിജുവിന്റെ ഭാഗത്തു നിന്നോ അമിത്ഷായുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് അതിനൊരു മറുപടി ഉണ്ടാകുമായിരുന്നു, ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുമായിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് പാർലമെന്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ വന്ന് തെറ്റിദ്ധാരണ പടർത്താൻ പറ്റില്ല.
മുനമ്പത്തുകാർക്കിടയിൽ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. പിന്നെ ശ്രീ വസന്ത് തെങ്ങുംപള്ളി ചോദിക്കുന്നുണ്ട് നാളെ അടയ്ക്കാൻ പറ്റുമോ, മറ്റന്നാൾ അടയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനമ്പത്ത് നടക്കുന്നത് ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടാണ്. ആ ലാൻഡ് ഡിസ്പ്യൂട്ടിൻ്റെ വഴിക്ക് തന്നെ പോകേണ്ടതാണ്. അവിടെ ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഖഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വഖഫാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. കേരള നിയമസഭയ്ക്കകത്ത് മുസ്ലിം ലീഗിൻ്റെ MLA എഴുന്നേറ്റ് നിന്നിട്ട് ഇത് വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് സംരക്ഷിക്കുന്നില്ല എന്ന് പറയുകയും ഗവൺമെൻറ് തീർച്ചയായിട്ടും സംരക്ഷിക്കാം എന്നുള്ള തലത്തിൽ മറുപടി പറയുകയും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് വഖഫാണ് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലുള്ള നിയമ നടപടികളിലേക്ക്, കോടതികളിലേക്ക് പോകുവാനോ ആൾക്കാർക്ക് അവരുടെ ക്ലെയിം തിരിച്ചെടുക്കുവാനോ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പം നിലവിൽ അതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം വഖഫാണ് എന്ന് പറയുന്ന വിഷയത്തിനെ അതിൻ്റെ അകത്തുനിന്ന് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ വിഷയത്തിനെ മാറ്റുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന നിയമം കൊണ്ട് സാധിക്കും. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ അവിടെ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ട് നടക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭൂമി രണ്ടുപേര് തമ്മിൽ ലാൻഡ് ഡിസ്പ്യൂട്ട് നടക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ലാൻഡ് ഡിസ്പ്യൂട്ട് എവിടെയാണ് നടക്കേണ്ടത്? ഇന്ത്യയിലെ നീതിന്യായ കോടതികളിലോ അത്തരം വ്യവസ്ഥകളിലോ ഒക്കെയാണ് കൃത്യമായിട്ട് പോകേണ്ടത്. അത് അതിൻ്റെതായ രീതിക്ക് പോവുകയും അതിനകത്ത് വിധി വരുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് ആ ലാൻഡ് അവരുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാകേണ്ട കാര്യമല്ല. എന്ന് കഴിഞ്ഞാൽ അവർ കാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്നതാണെന്നും അവർ കാലങ്ങളോളം അവിടെ ടാക്സ് അടച്ചിരുന്നതാണെന്നും ഉള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായ പ്രോസസ്സുകളിലേക്ക് പോകുമ്പോൾ ആ ഭൂമി അവരുടെ കയ്യിലേക്ക് തിരിച്ചെത്തും. വഖഫ് കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണോ ആ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഈ ലോ ഇന്ന് രാജ്യസഭയിൽ പാസ്സാകുന്നതോടുകൂടി അവർക്ക് മാറും. അത് ആക്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ വരും. ആക്റ്റായിട്ട് മുമ്പിൽ വന്ന് കഴിയുന്ന സമയത്ത് ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഷുവറായിട്ടും അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പിന്നെ സാധാരണ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ട് പ്രോസസ്സിലേക്ക് ആൾക്കാർ എങ്ങനെയാണോ പോകുന്നത് ആ പ്രോസസ്സിലേക്ക് അവർക്ക് പോകുവാനും വേണ്ടിയിട്ട് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ അവിടെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇനി അങ്ങൊക്കെ ആശങ്കപ്പെട്ടതുപോലെ ഈ ഫാറൂഖ് കോളേജിന് കൊടുത്ത ആളുടെ അച്ഛൻ, അയാളുടെ മുത്തച്ഛൻ, അവരുമായിട്ടുള്ള ലാൻഡ് ഡിസ്പ്യൂട്ട്, ദാറ്റ്സ് എ സെപ്പറേറ്റ് തിങ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ലീഗൽ വിഷയമാണ്, സിവിൽ വിഷയമാണ്, അതൊരു സെപ്പറേറ്റ് തിങ് ആണ്. ഈ പറയുന്ന വഖഫ് എന്ന് പറയുന്ന ഒരു കീറാമുട്ടിയെടുത്ത് മുമ്പ് കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്കാർക്കും ഇതിനകത്ത് യാതൊരു റൈറ്റും ഇല്ല, ഇനി മുതൽ ഞങ്ങളുടേതാണ് എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യം ഒഴിവായി കിട്ടും എന്നുള്ളതാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ സംഭവിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശരി, ശ്രീ കെവിൻ പീറ്റർ, അവസാനമായി എന്തായാലും മുനമ്പം ജനത ഇപ്പോഴും അവിടെ സമരപ്പന്തലിൽ തന്നെയാണ്. പക്ഷേ അവർക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട്, അവർക്കൊരു പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ഇത്രയും നാളും അവഗണിച്ച തങ്ങളുടെ ജനപ്രതിനിധികളെ പോലെ ആകില്ല ഇനി തുടർന്ന് അങ്ങോട്ട് എന്നുള്ളൊരു പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവർ വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പം യുവരാജ് കോകിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ ഒരു കാരണം. ഇപ്പോൾ ഒരു അമൻമെന്റ് ഉടനെ പാസ്സായ ഉടനെ ഇത്ര ബാലിശമായി തെങ്ങുംപള്ളി ചോദിച്ച പോലെ നാളെ അവരുടെ കരമടയ്ക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ഇല്ല, പുതിയ നിയമപ്രകാരമുള്ള അവർ പുതിയ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതിലൂടെ അവർക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ വളരെ നല്ല ആത്മവിശ്വാസത്തിലാണ്. അവർക്ക് അവരുടെ മുന്നിൽ എല്ലാം കണ്ടു. അവര് പ്രശ്നമുണ്ടായപ്പോൾ ആരൊക്കെ അവർക്കൊപ്പം നിന്നു, ആരൊക്കെ അവരെ പിന്നിൽ നിന്ന് കുത്തി, അവരെ ചതിച്ചവരാരൊക്കെ എല്ലാം വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ നിയമത്തിലൂടെ തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടും എന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് ആയിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആ ജനത ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ തന്നെ സമരം അവരവിടെ അവസാനിപ്പിക്കുന്നില്ല. അവരുടെ ആ ഒരു ഇത് നേടി എടുക്കും വരെ, അതായത് അവരുടെ ആ ഭൂമിയുടെ മേലുള്ള വഖഫിന്റെ അവകാശം താൽക്കാലികമായിട്ടെങ്കിലും കോടതി തടയുന്നത് വരെ അവർ ആ സമരം തുടരും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും താങ്കൾ ജയിപ്പിച്ചുവിട്ട ജനപ്രതിനിധികളുടെ മനസ്സിലിരിപ്പ് കൂടി അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതാമോ? തീർച്ചയായിട്ടും അവരെല്ലാം അത് മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് തങ്ങൾ ജയിപ്പിച്ചുവിട്ട ആളുകളുടെ തങ്ങളോടുള്ള ആ ഒരു കരുതലെന്നും അവർക്ക് ആരോടാണ് ഉത്തരവാദിത്വമെന്നും എല്ലാം അവർ കണ്ടു കഴിഞ്ഞു. ശരി, മുനമ്പം ജനതയുടെ മനസ്സിലേറ്റ മുറിവിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് അവിടെ നിന്ന് തന്നെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും വഖഫ് നിയമ ഭേദഗതിയിലൂടെ തുല്യനീതി രാജ്യത്ത് ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. അതിലേക്ക് തന്നെ അത് നിയമമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്കും ആശിക്കാം. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.